ആദ്യം വന്നപ്പോഴേ ചോദിച്ചു, ചിരിക്കുന്ന ആൾ കുറവാണ്, ചിരിക്കണം. നന്നായിരുന്നു. ആ പാട്ടുപാടി കൂട്ടിയ വാണി ജയറാമിൻ്റെ ആ ശബ്ദമാണ് ഇത്രയും സ്ട്രൈക്കിംഗ് ശബ്ദം കിട്ടാൻ വളരെ കിട്ടില്ല. പ്രാക്ടീസ് ചെയ്യണം. ഗോ വെരി ഹൈ. വളരെ നന്നായിരുന്നു. പിന്നെ പ്രാർത്ഥന കേട്ടവിടെ ശരിക്കും ആ ഇപ്പം കൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ യു ആർ കംപ്ലീറ്റ്ലി ഇൻവോൾവ്. വെരി ഗുഡ്. യു ഗോ വെരി ഹൈ. പ്രാക്ടീസ് ചെയ്യണം പ്ലീസ്. Professor Balamurali sir, thank you so much sir. The principal for the kind words. ഇവിടെ ഈ കോളേജിനകത്ത് വരാൻ വേണ്ടിയിട്ട് അനുവദിച്ചതിന് ഈ ഒരു ചെറിയ സംരംഭം ഇൻട്രാക്റ്റീവ് സെഷന് വരാൻ വേണ്ടി അനുവദിച്ചതിന് താങ്ക് യു. പ്രൊഫസർ ശ്രുതി, അത് എല്ലാത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റിലാണ് ഈ ഒരു ക്ലബുണ്ട്. അതിൽ ക്ലബിൽ വരണം. പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചോദ്യം ആവശ്യമാണ്. കാരണം എന്ത് ചോദ്യമായാലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇതേപോലെ രാജ്യത്തെമ്പാടും പല സ്ഥലത്തുമുള്ള മലയാളം എല്ലാം അറിയാതില്ലേ? ഇരുപടി കൂട്ടുന്ന മലയാളം. ഓക്കെ, പല സ്ഥലത്തും പോകാൻ അവസരം കിട്ടി. അപ്പോൾ അതോടെ ഒരു ഇൻസ്പിറേഷനാണ്. ഞാനൊരു ചെറുപ്പക്കാരനാണ്, 71 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഫ്രം പീപ്പിൾ ലൈക്ക് യു. ഇവിടെ പോയാൽ നല്ല ഇൻസ്പിറേഷൻ കിട്ടും. ഐ കം ബാക്ക് ഫുള്ളി ചാർജ്. 10 വർഷമായിട്ട് വയസ്സും കൊണ്ട് കുറയും വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പ് സിലിഗുഡിയിലായിരുന്നു. സിലിഗുഡി 442 ക്ലാസ് 440. വാട്ട് എ വണ്ടർഫുൾ ഓഡിയൻസ്. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ഈസ് സോ ഹൈ. ഡെയിലി ഒരു 5 പിള്ളേർ വിളിക്കും. ഹിന്ദിയിലാണ് ചോദിക്കുന്നതൊക്കെ. ക്യാൻ യു ടെൽ മീ ക്യാ കർണ, വാട്ട് യു ഷുഡ് ഡു എക്സെട്ര എക്സെട്ര. എവരിബഡി ഹാസ് എ പ്രോബ്ലം ഓഫ് ദേർ ഓൺ ഓർ സംബഡി എൽസസ്. മിക്കവാറും കുട്ടികൾ പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ അടുത്ത കുട്ടിക്ക് പ്രശ്നമുണ്ട്. കാരണം ദേർ ഓൺ വാണ്ട് കമ്മിറ്റ് ദംസെൽസ്. നല്ല തന്നെയാണ്. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, വാട്ട് ഈസ് സൊല്യൂഷൻ ലൈക്ക് ദിസ്. അതിന് നോക്കി അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസരം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് കൊണ്ട് മാഡം ശ്രുതി പറഞ്ഞതനുസരിച്ച് വന്നതാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവർക്കും താങ്ക്സ്. ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കണം. പിന്നെ കൈയടിക്ക് നല്ല ആവശ്യമാണ്. കൈ നല്ല എനർജിയാണ്. എനർജിയാണ്. എപ്പോഴും ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്ലാസ്സിൽ വന്നിരിക്കുന്ന എന്ത് ചെയ്യണം? ധ്യാനം ചെയ്യണം. അറിയാം. ഒന്നാം ശരിയാണ്. വലിയൊരു കാര്യം ചെയ്ത് കൈ കൊണ്ടിരിക്കാൻ പറ്റും. നല്ല എനർജി കിട്ടും. രണ്ടാമത് ശ്വാസപ്പെടുന്നത് അറിയാനെ പറ്റി 3 പ്രാവശ്യം കൊണ്ട് 5 പ്രാവശ്യം നല്ല ശ്വാസം വിടുക. മറ്റുള്ള ബോധർ ലെവലിൽ ചെയ്യാമെങ്കിൽ നല്ല ശ്വാസം വിടാൻ അങ്ങനെ എനർജി കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. മൂന്നാമത് വെള്ളം കുടിക്കുക. ഈ സ്കൂളിലൊക്കെ ഇപ്പം വാട്ടർ ബെല്ലുണ്ട്. പണ്ടില്ലായിരുന്നു. കളയുണ്ടോ? ഇല്ല. സ്കൂളിൽ ഇപ്പോൾ വാട്ടർ ബെല്ലുണ്ട്. കാരണം വെള്ളം കുടിച്ചേ പറ്റും. കുട്ടികൾക്ക് 11 മണിക്ക് 12 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് വെള്ളം കുടിപ്പിക്കും. നല്ല പരിപാടി. ഈ വെള്ളം കുടിക്കുന്നതാണ് എനർജി കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം പറ്റത്തില്ല. എൻ്റെ പ്രസ്ഥാനം ഈ പരിപാടി വരാൻ പോകുന്ന മനുഷ്യ കച്ചവടത്തിനെ പറ്റിയാണ്. അത് ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. പറയാൻ പോകുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് സംസാരിക്കും. എൻ്റെ പ്രസൻറ്റേഷൻ ഇത് വലുതായതുകൊണ്ട് ഞാൻ എല്ലാം മൊത്തം പറയുന്നില്ല. പ്രസൻറ്റേഷൻ ഇവിടെ മാഡത്തിന് കൊടുത്തിട്ട് പോകും. ആർക്കെങ്കിലും ഈ പ്രസൻറ്റേഷൻ കൂടുതൽ വിദഗ്ധമായി കാണണമെന്നുണ്ടെങ്കിലോ കേൾക്കണമെന്നുണ്ടെങ്കിലോ മറ്റുള്ളവരെ ഷെയർ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിലോ ഇതിൻ്റെ ഒരു അംബാസഡറായിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് മറ്റു സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലോ പ്ലീസ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. കസേരല്ലേ അവിടെ പ്ലീസ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ആർക്ക് വേണോ ഈ പ്രസൻറ്റേഷൻ എൻ്റെ ഒരു കോപ്പറേറ്റ് ഒന്നുമില്ല. എൻ്റെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർവേഡ്. അതിനകത്ത് 3-4 വിക്ടിംസിൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. അത് മാത്രം പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിലൊക്കെ ഇടാണെങ്കിൽ വിക്ടിംസിൻ്റെ ഫോട്ടോ മാത്രം മാറ്റിയിട്ട് ഇടുക. ഓക്കെ. നമ്മളെല്ലാവരും സേഫ് ആയിരിക്കാൻ ഉദ്ദേശിക്കുക. വി വോണ്ട് ടു ബി സേഫ്. ഇപ്പോൾ ഈ കോവിഡ് ടൈമിലൊന്നും ബി സേഫ് ഒരു മെസ്സേജ് എന്തിനും പോയിട്ട് ബി സേഫ് അല്ലെങ്കിൽ ഐ ആം സേഫ്, യു ആർ സേഫ്, ബി സേഫ്. പക്ഷെ നമ്മൾ ബി സേഫ് ആണെങ്കിലും വാസ്തവത്തിൽ ബി സേഫ് ആണോ എന്നുള്ളതാണ്. ഞാൻ ഈ സിലിഗുഡിയിൽ വന്ന സമയത്ത് 3-4 ദിവസം മുമ്പാണ്. ഒരു തലേ ദിവസം വൈകിട്ട് പോയിട്ട് അവിടെ സ്റ്റേ ആണ്. രാത്രി ഒരു ഹാബിറ്റ് ഞാൻ നടക്കാൻ പോകില്ല. അങ്ങനെ പോകുന്ന സമയത്ത് വഴി കൂടെ ഒരു പുരുഷൻ പോകുന്നുണ്ട്. പയ്യനാണ്. 2 പേരോട് പോകുന്നുണ്ട്. ഞാൻ ബേട്ടാ അയ്യോ ഭയമുണ്ട ഭീതിയുണ്ടോ? നോ അറിഞ്ഞു പോയി. കാര്യം നീ എന്താ കാര്യം? ജസ്റ്റ് ആസ്റ്റ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ 2 പെമ്പിളാർ വരുന്നുണ്ട്. ഞാൻ ഐ സ്കെയർ ഓഫ് സംതിങ്. എന്ത് വാട്ട് സ്കെയർ? Are you generally be happy? Are you okay? Are you feel safe? Do you feel safe? No, we don't feel safe. Okay? പിന്നെ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ they will not like it. കുറച്ച് എന്താണ് ഞാൻ ചോദിച്ചു മോളെ എന്താ? Why do you feel think you are not safe? You can feel safe, but we don't feel safe. എന്നോട് പറയാം പുരുഷന്മാർ സേഫ്റ്റി ഉണ്ട്, പെണ്ണുങ്ങൾ സേഫ്റ്റി ഇല്ലെന്നാണ്. കേരളത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഇല്ലായിരിക്കാം. എങ്കിൽ തന്നെ ഇത് ആഗോള പ്രസ്ഥാനത്തിൽ ഈ ഒരു സേഫ്റ്റി ഫീലിംഗ്
ഇല്ലെന്നുള്ളതാണ്. അത് ഫിസിക്കലായിട്ടാണോ മെന്റലായിട്ടാണോ എന്നുള്ളത് നോക്കേണ്ടതാണ്. പക്ഷെ ഒരു സേഫ്റ്റി ഫീലിംഗ് വേണം, നമുക്ക് ആവശ്യമാണ്. സേഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് ഡിഗ്നിറ്റി ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്, മൂന്നും ആവശ്യമാണ്. ഫ്രീഡം മാത്രം പോരാ, റൈറ്റ് അവകാശം മാത്രം പോരാ, ഡിഗ്നിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ഫ്രീഡം, ഡിഗ്നിറ്റി എല്ലാം വേണമെന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ദി റൈറ്റ് അഗൈൻസ്റ്റ് വയലൻസ്. എന്ത് തരത്തിലുള്ള വയലൻസ് ആയാലും we are free to be free from violence. We should be free from violence. വയലൻസ് ഇല്ലാതായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യം. ഒരു പ്രകാരത്തിലുള്ള ഒരു തരത്തിലുള്ള വയലൻസ് ഉണ്ടാകാൻ പാടില്ല. ഒരാൾ ശാസിക്കുന്നതിന് വയലൻസാണ്, ഒരാൾ വിരട്ടുന്നതിന് വയലൻസാണ്, ഒരാളെ ബസ്സിനകത്ത് ബോട്ടം പിഞ്ചിങ് നടത്തുന്നത് അതും വയലൻസാണ്. യു ആർ ട്രാവലിംഗ് ഇൻ എ ബസ്, somebody is pinching a bottom, that is also violence. അപ്പോൾ ഇത്തരത്തിലുള്ള വയലൻസ് ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളെല്ലാവരും ഇൻവോൾവ് ചെയ്യാമെങ്കിൽ അങ്ങനെ വയലൻസ് ഇല്ലാത്ത സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇൻവോൾവ് ആകണം. നമ്മളെല്ലാവരും ഇൻവോൾവ് ആകാമെങ്കിൽ വയലൻസ് ഇല്ലാത്ത സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സേഫ്റ്റിയും പ്രൊട്ടക്ഷനും രണ്ട് കാര്യമാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നോക്കും. പ്രൊട്ടക്ഷൻ അല്ല, പ്രൊട്ടക്ഷനേക്കാളും വലിയ കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് അത് ആക്ച്വലി ഈ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ പോലെ സേഫ്റ്റി ഇസ് ദ മൈൻഡ്. സേഫ്റ്റി ഇസ് സംതിങ് വിച്ച് ഇസ് ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ. ഫിസിക്കൽ സേഫ്റ്റി അല്ല, മനസ്സിനകത്തുള്ള സേഫ്റ്റിയാണ്. ആ ബംഗാളി ശ്ലോകം അറിയാമെങ്കിൽ വളരെ പവർഫുൾ ആയ ശ്ലോകമാണ് ബംഗാളി ശ്ലോകം. വി നീഡ് ടു ഫിയർ, റിമൂവ് ദ ഫിയർ ഇൻ ദ മൈൻഡ്സ്. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ആ ഫിയർ മാറ്റേണ്ടി വരും. എങ്കിലേ ഫിയർ അത് മാറ്റാൻ പറ്റും. മാറ്റാൻ ഒക്കെ പറയാം, മാറ്റാൻ പറ്റും. ഏത് ആണോ? വെരി നൈസ്. വന്നപ്പോൾ ഐ സോ എ ബോർഡ് ഓൾസോ, വിദ്യ യാ വിദ്യ. അബ്സല്യൂട്ട്ലി അത് തന്നെ മെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ചതിനെ ഉപയോഗിക്കാൻ അതിന് സമയത്ത് ഉപയോഗിക്കാനുള്ള അവസരവും അവകാശവും കഴിവുമാണ്. അപ്പോൾ ഈ ടാഗോർ പറഞ്ഞത് ഭയം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ളതല്ല. ഫിസിക്കൽ നേടാൻ പറ്റും, ആർക്ക് നേടാൻ പറ്റും. കരാട്ടൊക്കെ പഠിച്ചാൽ മതി, അതൊരു കാര്യമൊന്നുമില്ല. കരാട്ട ഇല്ലെങ്കിൽ നേടാൻ പറ്റും. പക്ഷേ ഈ മെന്റൽ ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ഓവർകം ചെയ്തേ പറ്റും. അത് നമുക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ എനിക്ക് മെന്റൽ ഫിയർ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത ആളിന് മെന്റൽ ഫിയർ തിരുത്താൻ വേണ്ടിയിട്ടോ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ മോൾക്ക് ഭയം ഉണ്ടെങ്കിൽ അത് ഞാനത് ശക്തി കൊടുക്കേണ്ടത്. എൻ്റെ വീടിനടുത്തുള്ള ആളിൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിന് ഒരു സാമൂഹിക റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഇത് വലിയ കാര്യമായിരിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞു, സ്ത്രീകൾ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയാണ് സേഫ് എന്ന് പറയുന്നത്. അത് വാസ്തവമാണ്. കാരണം പറഞ്ഞു കൊടുക്കും സ്ത്രീകളെ പറ്റി. സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ് നോൺ നെഗോഷ്യബിൾ ആണ്. വർക്ക് പ്ലേസ് എന്ന് പറയുന്ന സമയത്ത് കോളേജിൻ്റെ വർക്ക് പ്ലേസ് ആണ്. ഇവിടെ ആർക്കും ആരെയും ഉപദ്രവിക്കാനോ ആർക്കും ആരെയും ഏത് തരത്തിലുള്ള വയലൻസ് ഉപയോഗിക്കാനോ ഉള്ള അധികാരത്തിൻ്റെ അവകാശമില്ല. ആരെങ്കിലും വയലൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്, ആൻറ്റി ലോ ആണ്, അത് ക്രിമിനൽ ക്രൈമാണ്. ഏത് പ്രകാരത്തിലുള്ള വയലൻസ് ആയാലും അത് ആൻറ്റി സൊസൈറ്റിയാണ്. നമുക്ക് ചെറിയ എക്സാമ്പിൾ തരുവായിട്ട്, ഒന്ന് ടെലിഫോണിൽ കൂടെ അനാവശ്യമായ കാര്യങ്ങൾ വരുന്നോ ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറില്ല ടെലിഫോണിൽ കൂടെ അശ്ലീലമായിട്ട് അനാവശ്യമായിട്ടുള്ള ഫോണോഗ്രാഫി വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് കുട്ടികൾക്ക് വരെ സെൽഫോണിൽ കൂടെ പഠിത്തം. കാരണം ഇന്റർനെറ്റ് കഴിഞ്ഞ സമയത്ത് എല്ലാം ഓൺലൈനായി. ഓൺലൈൻ പഠിത്തമായ സമയത്ത് ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അവന്മാരും ഈ ഓൺലൈനിൽ കൂടെ കൊണ്ടുവരാൻ തുടങ്ങി. നോട്ടർഡാം പട്ന ഒരു സ്കൂളാണ്. എൻ്റെ മോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനെ കണ്ടു. അവർ വരാൻ പറഞ്ഞു. 400 സിസ്റ്റം പിള്ളേരുണ്ട്. ആ കുട്ടികളെല്ലാം ഒരു ഓഡിയൻസ് ഇരുത്തി. ഞാൻ ടീച്ചറെല്ലാം പുറത്ത് പോയിട്ട് രക്ഷകർത്താക്കളും വേണ്ട, കുട്ടികൾ മാത്രമുണ്ട്. അതിലെ സമയത്ത് 400 സിസ്റ്റം കുട്ടികളുടെ എല്ലാവർക്കും സെൽഫോണുണ്ട്, എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാവരുടെയും പേരുണ്ട്, എല്ലാവരുടെയും സെൽഫോണുണ്ട്, എല്ലാവരുടെയും അച്ഛൻ്റെ അമ്മയുടെയും പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംസാരത്തിൽ മനസ്സിലാക്കിയത് ഒരു 85% കൂടുതൽ ആളുകൾക്ക് ടെലിഫോണിനകത്ത് അനാവശ്യമായിട്ട് ഫോട്ടോഗ്രാഫി വരുന്നുള്ളതാണ്. ആ കുട്ടികൾ കൺഫ്യൂസ് ചെയ്തു. എല്ലാവരും കൈപോക്കാൻ പറഞ്ഞ സമയത്ത് ആദ്യം കളക്റ്റഡ് ആയിരുന്നു. ഞാൻ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ തെറ്റല്ല. ഈ ഫോണിൽ അനാവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് വരുന്നത് നിങ്ങളുടെ തെറ്റ് അല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ എ വിക്ടിം, യു ആർ നോട്ട് എൻ അഫൻഡർ. അപ്പം ഫോണിലെ നിങ്ങൾ മനസ്സിലാക്കാൻ വരുന്ന സമയത്ത് 8ാം ക്ലാസ് കുട്ടിയാണ് അമ്മയെടുത്ത്, അമ്മ
ഇങ്ങനെ ഒരു വൃത്തിയുടെ ഫോട്ടോ. നമ്മളെ നീ എപ്പോഴും നോക്കിയാലും ഫോൺ ഉപയോഗിക്കും. ഫോൺ കളാ എടുത്ത് കളാ ഫോൺ എടുത്ത് കളയാൻ പറയും. അച്ഛൻ ചെയ്ത് വിളിക്കും. എപ്പോൾ നോക്കിയാലും ഞാൻ ഫോണിൽ ഇരിക്കുകയാണ്, നീ ഫോണൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുസ്തകം വായിക്കും. അപ്പൊ അച്ഛനമ്മയെ ശാസിക്കുന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് കാണിക്കുന്നില്ല. ആ ക്രമേണ അപ്പം അങ്ങനെ ഫോൺ എന്താണെന്ന് ആദ്യം ഒരു ഫോട്ടോ വരും, താജ്മഹലിന്റെ ഫോട്ടോ ആയിരിക്കും, അതായത് ക്ലിക്ക് ചെയ്യും. അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത വരുന്ന കാസിനേക്ക ഫോക്കസ് ആസാമിൽ അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോഴത്തേക്കും വിവേകാനന്ദ ഫോട്ടോ വരും, അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും വരും, വേറെ എന്തെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രം വരും. അപ്പോൾ കുട്ടി വളരെ സന്തോഷമായി. അങ്ങനെ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു നേക്കഡ് ഫോട്ടോ വരും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, വൃത്തിയുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും. പക്ഷേ 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്തതുകൊണ്ട് അത് കമ്പ്യൂട്ടർ രജിസ്റ്റർ ആയി. സെൽഫോണിൽ കമ്പ്യൂട്ടർ ആണല്ലോ, അങ്ങനെ രജിസ്റ്റേർഡ് ആയി. അതിന്റെ പ്രോഗ്രാമിംഗ് അനുസരിച്ച് 3 മണിക്കൂറോ 3 ആഴ്ചയോ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരും. തിരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് താജ്മഹലായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് മധ്യപ്രദേശിലെ ഫോട്ടോ ആയിരിക്കും, രാജസ്ഥാനിലെ ഒരു ഫോട്ടോ ആയിരിക്കും, എന്തെങ്കിലും എന്തെങ്കിലും വരും. അങ്ങനെ വന്ന സമയത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായ ഫോട്ടോ വരും. അങ്ങനെ 4-5 പ്രാവശ്യം അനാവശ്യമായ ഫോട്ടോ വരുന്ന സമയത്ത് ആ കുട്ടീനെ വിചാരിക്കാൻ, 8ാം ക്ലാസ് 9ാം ക്ലാസ് കുട്ടിയാണ്, കുട്ടിയെ വിചാരിക്കാൻ എന്താ നോക്കാമല്ലോ. അപ്പൊ ആ കുട്ടിയെ ഒരു ഗ്രൂമിങ് നടത്തി. ഇതാണ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മെന്റാലിറ്റിനെ അങ്ങോട്ട് അവരെ പതുക്കെ വളച്ചെടുത്തു. അപ്പോൾ അത് നോക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിലങ്ങോട്ട് ട്രാപ്പാവും. പിന്നെ അശ്ലീലമായ ഫോട്ടോ കാണുന്ന സമയത്ത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല, രാത്രി ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ഇതാ നോക്കുന്നത്. ഈ മനുഷ്യന്റെ ഈ മനസ്സിനെ വളച്ചെടുക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. നമ്മളിപ്പോൾ റോഡ് നടന്നു പോകുന്ന സമയത്ത് ഒരു പൈപ്പ് അവിടെ കാണും, എംപ്റ്റി പൈപ്പാണ്, വലിയ പൈപ്പാണ്. അവിടെ പോയി അങ്ങനെ നോക്കിയിരിക്കുക 2 മിനിറ്റ്, എന്നിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ പുറകെ വരുന്ന ആൾ പോയി നോക്കി, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയി നോക്കുകയാണെങ്കിൽ 15 വരെ നോക്കിയിരിക്കുന്നത് കാണും. എവിടെച്ചിട്ടുണ്ടോ? ഇത് ഹ്യൂമൻ നേച്ചറാണ്, ഇൻക്വിസിറ്റീവ്നെസ് ആണ്. അതുകൊണ്ട് ആ ഇൻക്വിസിറ്റീവ്നെസ്സിനെ ഈ ഇത്തരത്തിലുള്ള ആളുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിനെ പറയുന്നത് സ്റ്റെഗനോഗ്രാഫി എന്ന് പറയും. കമ്പ്യൂട്ടർ സയൻസിൽ സ്റ്റെഗനോഗ്രാഫി, അനാവശ്യമായ പിക്ചറിനെയൊക്കെ മറച്ചു വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഫോട്ടോയിൽ കൺസിഡർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സ്റ്റെഗനോഗ്രാഫിയാണ്. അനേക കുട്ടികൾ ഇത് ട്രാപ്പ് ആകുന്നുണ്ട്. അതിന് സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സൊല്യൂഷൻ ഇല്ലാത്ത സൊല്യൂഷൻ ഉണ്ട്. പിന്നെ എംപ്ലോയ്മെന്റിന്റെ പേരിൽ ഞാൻ സാമ്പത്തിക എക്സാമ്പിൾ പറയായിരുന്നു. കോട്ടയത്ത് നിന്ന് 32 വയസ്സുള്ള സ്ത്രീയാണ്, ഗ്രാജുവേറ്റ് ആണ്, ഭർത്താവ് മരിച്ചു, 2 കുട്ടികളുണ്ട്. ക്യാൻസർ ആയിട്ട് വന്ന ഭർത്താവ് മരിച്ചു, 2 കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ജോലി വേണം. ഭർത്താവാണ് ജോലി ചെയ്യുന്നത്, ഭർത്താവ് മരിച്ചു, ഇപ്പൊ പണിയൊന്നുമില്ല. അപ്പൊ അടുത്ത കണ്ടോ ഗ്രാമത്തിലുള്ള ആ കോട്ടയ വില്ലേജിലുള്ള പല ആളുകളും ഗൾഫിൽ പോയി പണിയെടുത്തതായിട്ടാണ് അറിയാമായിരുന്നു. അപ്പൊ അവിടെ ഏജന്റ് ഉണ്ട്, അങ്ങനെ അടുത്ത് പോയി ചേട്ടനാണെന്ന് ഇവിടുത്തെ ആളിലേക്ക് അങ്ങോട്ടേക്കൂടെ അയച്ചത്. അതെ, നീ എന്താ പഠിച്ചത്? ഞാൻ ഗ്രാജുവേറ്റ് ആണ്, വയസ്സ് എത്രയും 32. അവന് പോവാം, അവിടെ പണിയുണ്ട്. എന്ത് പണി? അവിടെ ഹൗസ് സൂപ്രണ്ടായിട്ട് പണിയുണ്ട്. ഹൗസ് സൂപ്രണ്ട് എവിടെയായിട്ട് ഖത്തറിൽ ഹൗസ് സൂപ്രണ്ട് പണിയുണ്ട്. പഠിച്ചാലേ ഗ്രാജുവേറ്റ് ആണ്. ശരി, ഓക്കെ, നിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം കൂടെ നോക്കിയിട്ട് 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പണി എടുപ്പിക്കാൻ പറ്റും. 1.25 ലക്ഷമോ? എൻ്റെ ഒരു പൈസയില്ല, അത് കൊണ്ടുവരണം. ടിക്കറ്റ് കോസ്റ്റ്, വിസ ഉണ്ടാക്കുന്നത്, പാസ്പോർട്ട് ഉണ്ടാക്കുന്നത്, പിന്നെ അവിടെ അയക്കുന്നത് എല്ലാം ചേർത്തിട്ട് എൻ്റെ ഇവിടെ 1.25 ലക്ഷം വേണ്ടി വരും. ബാർഗൈൻ ചെയ്തിട്ട് 75,000 രൂപ ആക്കി. 75,000 രൂപയ്ക്ക് ഈ സ്ത്രീ നാട്ടിൽ പോയിട്ട് വീടൊക്കെ വെച്ചിട്ട് വരാൻ വേണ്ടി പ്ലാനാണ്. അവിടെ ചോദിച്ചു, നിങ്ങളെ പേരെന്താ പറഞ്ഞത്? സുജാത. ഓ, സുജാതയാണല്ലേ. മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാസ്പോർട്ടിലെ പേര് സൽമ ആയിരിക്കും. കാരണം അവിടെ സുജാതയുടെ സൽമ ആണ് ആവശ്യം, അതുകൊണ്ട് സൽമ ആയിരിക്കും. ഫോട്ടോഗ്രാഫർ തന്നെയാണ്, നിങ്ങൾ എല്ലായിരിക്കും. പക്ഷെ ഒപ്പിടുന്ന സമയത്ത് സൽമ എന്നാണ് ഒപ്പിടേണ്ടത്. ആരെങ്കിലും വിളിക്കുമ്പോൾ സൽമ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ കുട്ടി വന്ന് എൻ്റെ ഒപ്പിടുതാവൊക്കെ ഞാൻ മാറ്റുന്നില്ല, എൻ്റെ പേര് സുജാത തന്നെയാണ്, സൽമ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വരുന്നില്ല. അതെന്ന് പോയി. 1 മാസം കഴിഞ്ഞ് ഇയാൾ വീട്ടിൽ പോയി. എന്താ പ്രശ്നം? നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, ഭർത്താവ് മരിച്ചു, പണിയൊന്നുമില്ല, കുട്ടിയെ ജീവിക്കുന്ന നിവർത്തിയില്ല, ഒരു കാര്യമില്ല, ഒരു പണിയില്ല. അവിടെ പോയാൽ 50,000 രൂപ മിച്ചം കിട്ടും ഓരോ മാസവും. 8,000 ദിറം ആണ് ശമ്പളം. ഹൗസ് സൂപ്രണ്ടൻ്റാണ്. എന്താണ് സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്നത്? അവിടെ ആഹാരം വയ്ക്കാൻ ഒരാളുണ്ട്, കുക്ക് അയാൾ നോക്കുക, ഒരു തുണി അടക്കുന്ന ആളുണ്ട്, ധോബിയുണ്ട്, അയാളെ നോക്കുക, ഗാർഡറുണ്ട്, മാലിയുണ്ട്, അയാൾ നോക്കുക. അപ്പൊ അവിടെയുള്ള പല എംപ്ലോയീസും ഉണ്ട്. ആ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്തിട്ട് പണിയെടുപ്പിക്കുക. നല്ല കാര്യമാണ്. ഓക്കെ. പിന്നെ 8,000 ദിറം ശമ്പളം കിട്ടും മിച്ചം. 50,000 രൂപ മിച്ചം വരുന്ന ഒരു മാസം. ആഹാരം കിട്ടും, അക്കോമഡേഷൻ കിട്ടും, എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ ഗ്രാമത്തിൽ നിന്ന് പല ആളും പോയിട്ടുണ്ട്, അതെല്ലാം സേഫാണ്. അപ്പൊ അങ്ങനെ അവരെ മനസ്സിലാക്കിപ്പിച്ച സമയത്ത്, കബളിപ്പിച്ച സമയത്ത് അവരൊന്ന് ശരി, ഓക്കെ, പേര് മാത്രം സൽമാക്കാൻ പറഞ്ഞു. അവർ സൽമാൻ ഒപ്പിട്ട് അവരങ്ങ് പോയി. അവിടെ പോയ സമയത്ത് അവിടെ എയർപോർട്ടിൽ തന്നെ റിസീവ് ചെയ്തു. ഒരു വീട്ടിൽ കൊണ്ടുപോയി. അത് വലിയ വീടാണ്, ഭയങ്കര വീടാണ്. വീട്ടിനകത്ത് കൊണ്ടുപോയി അവരുടെ വീട്ടിനകത്ത് കൊണ്ടുപോയി എല്ലാം റിസീവ് ചെയ്തു, ചായ കൊടുത്ത് വൈകിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, മാഡം ഇവിടെ പിന്നെ മോഷണം പോകാറുണ്ട്, മോഷണം ഉള്ളതുകൊണ്ട് മാഡത്തിനെ പാസ്പോർട്ട് ചെയ്താൽ സേഫായിട്ട് വെച്ചേക്കാം. പാസ്പോർട്ട് എടുത്തു, അവിടെ ജുവൽസ് ഓർണമെന്റ്സ് ഒക്കെ എടുത്തു, ഉണ്ടായിരുന്നൊക്കെ. പിന്നെ സാരി ഗിരി ഇവിടെ ഉപയോഗിക്കുന്നില്ല, നല്ല വേറെ ഡ്രസ്സാണ്, സൽവാർ പോലെ വേണം, നൈറ്റ് കോഡ് പോലെ ഉണ്ട്, അത് കൊടുത്തു. വൈറ്റ് ആൻഡ് വൈറ്റ് 3 സെറ്റ് കൊടുത്തു. ഷീ വാസ് വെരി ഹാപ്പി. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇവരുടെ സാധനങ്ങളൊക്കെ കൊയറ്റായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്, സേഫ്റ്റിന്റെ പേരിൽ.
പോയി കുളിച്ചിട്ട് കയറാമെന്ന് കുളിച്ചിട്ടൊന്ന് ചായ കൊടുത്ത് പറഞ്ഞു വൈകിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാഡം ഒരു 2 ഗസ്റ്റ് വന്നിട്ടുണ്ട് അടുത്ത മുമ്പിൽ, ഒന്നാ പോയി നോക്കാം. ഗസ്റ്റിന് എന്താ ചെയ്യേണ്ടത്? നോക്കണം, ചായ കൊടുക്കേണ്ടി വരും, ഡ്രിങ്ക്സ് കൊടുക്കേണ്ടി വരും, സ്നാക്സ് കൊടുക്കേണ്ടി വരും. പോയി നോക്കുക, വന്നിട്ട് കുക്കിനെ വിളിക്കുക, കൊടുക്കാം. ഇവരകത്തോട് കയറി അവൻ ലോക്ക് ചെയ്തിട്ട് ഈ കുട്ടി അവരങ്ങ് റേപ്പ് ചെയ്തു. ഇവർ 4.5 മാസം അവരവിടുത്തെ സെക്സ് ലൈവായി കഴിഞ്ഞു. ഒരു നിവൃത്തിയില്ല. അവർ കരയും വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരും ഗവനിക്കാറില്ല. ഓൺലി വാൾസ് ക്യാൻ ഹിയർ. ഒരു 32 വയസ്സായ സ്ത്രീയാണ്, നമ്മുടെ കേരളത്തിലെ ഗ്രാജുവേറ്റ് ആയ കുട്ടിയാണ്. ഒരു നിവൃത്തിയില്ല, അവർക്ക് വെളിയിൽ വരാൻ വേണ്ടി ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി അവരെ ഗ്രാമത്തിൽ പോയി കണ്ടു, സംസാരിക്കാൻ. അവർ പറയുന്നത് സാറേ ഏറ്റവും വലിയ കഷ്ടം വെള്ളിയാഴ്ചയാണ്, അന്ന് അവിടെ ഹോളിഡേ ആയതുകൊണ്ട് ഇവരെ പല്ലുപോലെ നിൽക്കാതെ വന്ന് എനിക്ക് ഇവിടെയും പ്രശ്നമുണ്ട്, ഇവിടെയും നാറ്റം അടിച്ച് നിവൃത്തിയില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരു സം കെമിക്കലുണ്ട്, അതെങ്കിലും പറഞ്ഞ് ഷോക്ക് എടുത്തിട്ട് വാസലിൻ അങ്ങിടും. അപ്പോൾ എനിക്ക് നമ്പർ മാത്രമേ ഉള്ളൂ, 15, 16, 17 അങ്ങനെ നമ്പർ മാത്രമേ എനിക്കറിയാവുള്ളൂ. ആരും ദൈവത്തിന് എവിടെയില്ല. അപ്പോൾ ആ ജീവിതമായിരുന്നു സ്ത്രീയുടെ ജീവിതം. ഒരു ദിവസം വന്ന നേരത്തെ ഒരു മനുഷ്യൻ വന്നു കാലത്ത്, അയാൾ വലിയ മീശകളുള്ള മനുഷ്യനാണ്. പറഞ്ഞു, ചേട്ടാ മലയാളിയാണോ? അതെ. ആ ചേട്ടൻ പരിപാടി നടത്തിക്കോ, പക്ഷെ ഞാനൊരു വേശിയല്ല ചേട്ടാ, ഒന്ന് പോലീസിനെ നിങ്ങൾ എല്ലാം പരിപാടി നടത്തി വെക്കോ, പക്ഷെ പോയി ചെന്ന് പോലീസിനെ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ വേശിയെ വിചാരിച്ചത്, അതുകൊണ്ടാണ് വന്നത്. ഇല്ല, അയാൾ പോയി പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്നു, ഇവരെ അവിടെ ഉണ്ടായിരുന്ന 3-4 പേരൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ കുട്ടിയെ റെസ്ക്യൂ ചെയ്തു. കുട്ടി ഇങ്ങ് കേരളത്തിൽ വന്നു. ഇവിടെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. കേരള പോലീസ് വർഗീസ് എന്ന് പറയുന്ന CIDയുടെ ഡിവൈസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ വർഗീസ് സാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവസാനം വർഗീസ് സാറിന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. എന്താണ് കോൺഫ്ലിക്റ്റ്? അവര് പേര് സുനിത സൽമയാക്കി മാറ്റിയിട്ട് അങ്ങനെ പോയത് കൊണ്ട് പാസ്പോർട്ട് ആക്ടിലും ഫോർജറിയിലും അവരെ ചാർജ് ഷീറ്റ് ചെയ്യണോ, അവരെ പ്രതിയാക്കണമോ, അതോ അവരെ ഹ്യൂമൻ ട്രാഫിക്കിങ് മനുഷ്യ കച്ചവടത്തിന്റെ വിക്ടിം ആണോ എന്നുള്ളതാണ്. വിക്ടിം ആണെങ്കിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, വിക്ടിമാണ്. എന്നാലും വിറ്റ്നസ് ആണ്. വിക്ടിം ആണെങ്കിൽ വിറ്റ്നസ് ആണ്, അല്ലെങ്കിൽ പ്രതിയാണ്. അപ്പോൾ ഒരു പ്രതിയാണോ അതോ വിക്ടിമാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ് വർഗീസിന്റെ മനസ്സിലെ കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ഇദ്ദേഹം വർഗീസ് ആണെങ്കിൽ വാട്ട് ഈസ് യുവർ ആൻസർ? അവരെ അറിഞ്ഞുകൊണ്ട് സൽമ എന്ന പേര് എഴുതി. സുനിതയാണ്, സുനിത സൽമ എന്ന് ഒപ്പിട്ടു. അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ഗ്രാജുവേറ്റ് ആണ്. അവര് ക്രിമിനലാണോ ഇല്ലയോ? പോലീസ് 2 ചെയ്യാൻ നോക്കില്ല, 1 ചെയ്യാൻ നോക്കും. ഒന്നുകിൽ വ്യക്തിമാക്കുക, അല്ലെങ്കിൽ അക്യൂസ് ആക്കുക. എന്താ ചെയ്യേണ്ടത്? വ്യക്തിമാണോ? അവരറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തത്? പേര് മാറ്റിയത് ഇല്ല, അറിഞ്ഞുകൊണ്ടല്ല. അവരത് പറഞ്ഞത് അവിടെ കിട്ടുന്ന ജോലി ഹൗസ് സൂപ്രണ്ടന്റ് ആണ്, അവിടെ ഒരു സെക്സ് സ്ലേവ് ആണ്, ഒരു വേശ്യാവൃത്തിയാണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള പേര് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഒരു കാരണവശാലും പോകില്ലായിരുന്നു. അവരെ കബളിപ്പിച്ചാണ് കൊണ്ടുപോയത്. മറ്റുള്ള ആളുകളും ഇതേപോലെ പേര് മാറ്റിപ്പോയി എന്നുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നു. അങ്ങനെ പല വിധത്തിലും അവരെ കബളിപ്പിച്ച് കൊണ്ടുപോയത് കൊണ്ട് അവർ വിക്ടിമാണെന്ന് വർഗീസ് സാറ് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. കോടതിയിൽ മറ്റൊരു പറഞ്ഞു, ഇല്ല സാറേ ഇവരാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാനൊന്നും പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, അവർ തന്നെ പോയത്, അവർ പേര് മാറ്റി അവരല്ലേ പോയത് എന്നാൽ മറ്റൊരു ഡിഫൻസ് ആയിരുന്നു. കോടതി അക്സെപ്റ്റ് ചെയ്തില്ല. ഈ മാറ്റർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു വർഗീസ് ശരിയാണ്, ഇവർ വിക്ടിമാണ്, അവരെ കബളിപ്പിച്ചതിനാണ് അവരെ ഇങ്ങനെ ഇതിൽ ഇടപെട്ട് ചാടിക്കുന്നതാണ്. ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും അവർ ഇതിനെ അടിമയായി. എന്തുകൊണ്ടായി അടിമയായി? കാരണം എന്തായിരിക്കും? ഗ്രാജുവേറ്റ് ആണ്, എന്നിട്ട് പോലും അടിമയായി. എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ റീസൺ? ഓക്കെ. നമ്പർ 2, എന്തുകൊണ്ട് അടിമയായി? അവർക്ക് വിവരം ഉണ്ടായിരുന്നോ വിവരമില്ലായ്മയായിരുന്നോ? ലാക്ക് ഓഫ് അവയർനെസ്. ഓക്കെ, അവിടെ എന്തൊക്കെ സംഭവിക്കുന്ന അവർക്ക് അവയർനെസ് ഇല്ലായിരുന്നു. മൂന്നാമത് ഓക്കെ ഓക്കെ എനിത്തിങ് എൽസ്? ഓക്കെ, എനിത്തിങ് എൽസ്? എന്താ പോട്ടെ? വെരി ഗുഡ്, ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിനാണ് പണി കിട്ടുകയാണെങ്കിൽ, നാളെ ഒരു ഗൾഫിൽ നിന്ന് പണി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? സാറ് പറഞ്ഞു ഇവിടെ പല ആളുകളും വന്നിട്ട് പിന്നെ പ്രൈവറ്റ് ഏജൻസി വന്നിട്ട് ഞങ്ങൾ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് വരും. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വാക്കാണ്. അതിന്റെ കൗൺസിലിംഗ് അടിയിൽ വേറെ പണിയുണ്ടെന്നുള്ളത് നമുക്ക് ഗവനിക്കണം, എന്നിട്ട് അവിടെ അടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പണി കിട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. സാറേ ഇങ്ങനെ ഒരു കമ്പനി വന്നിട്ടുണ്ട്, ഈ കമ്പനി വെരിഫിക്കേഷൻ നടത്തണം. ഒരു പക്ഷേ പോലീസ് സാറേമാർ എന്റെ പണിയല്ലെന്ന് പറയും. റൈറ്റ് ചെയ്യും, ഒരു മെയിൽ അയക്കുക. അവിടുത്തെ DC ഡെപ്യൂട്ടി കമ്മീഷണർ പോയി കാണുക, അവിടുത്തെ SP പോയി കാണുക.
ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതുപോലെ പല കമ്പനിയും പല ആളെയും ചീറ്റി നടത്തുന്നുണ്ട്. ഇപ്പൊ വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. 1584 എഞ്ചിനീയേഴ്സ് തമിഴ്നാട്ടിൽ നിന്ന് 1584 എഞ്ചിനീയേഴ്സ് തമിഴ്നാട്ടിലെ എഞ്ചിനീയേഴ്സ് ഇന്നില്ല. അവരെല്ലാം ലാവോസ്. കഴിഞ്ഞ വർഷം അവിടെ അഡ്വൈസ് ചെയ്തു ലാവോസ് പണിയുണ്ടെന്ന് പോകണ്ട, എഞ്ചിനീയേഴ്സിന്റെ പണി. ലാവോസ് അവർ കേട്ടിട്ടുണ്ടോ? ലാവോസ് അവിടെ ഇവരങ്ങ് പോയി. അപ്പൊ അവിടെ പോയ പലർക്കും പണി കിട്ടുകൊണ്ടുപോയി. ഇവർ എഞ്ചിനീയേഴ്സ് അല്ല, ഇവിടുത്തെ ബിടെക് പഠിച്ച് എണ്ടൊക്കെ ഉണ്ട്, എല്ലാം പോയി. അവിടെ പണിയിട്ട് പോയ സമയത്ത് അവിടെ അവരെ 3 മാസം വരെയൊക്കെ പിടിച്ച് ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ഒരു 5 പേര് വളരെ സ്മാർട്ടാണ്. ഇവരെ വെച്ചാൽ ശരിയാകത്തില്ല, പതുക്കെ പറഞ്ഞു വിട്ടു, നിങ്ങളെ പണി തീർന്നു പോകാൻ പോകും. ഒരു 5 പേരെ വളരെ മോശപ്പെട്ട ആളാണ്, ഇവരെ വെച്ചിട്ട് കാര്യമില്ല, അവർ പറഞ്ഞു വിട്ടു. ബാക്കി ഇടത്തരക്കാരെ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഇനി ജോബ് പെർമിറ്റിന് വേണ്ടി പാസ്പോർട്ട് ആവശ്യമാണ്. പാസ്പോർട്ട് ഒക്കെ എടുത്തു. ഇന്ന് ആ 1584 ആളുടെ പേരുമില്ല. അവര് ഇന്ന് സൈബർ ക്രിമിനലാണ്. എന്തെന്നറിയാമോ? അവിടെ ഇരുന്നുകൊണ്ട് അവരെ 3 മാസം 4 മാസം സൈബർ ക്രൈം ചെയ്യിപ്പിക്കാൻ വേണ്ടി, ഫ്രോഡ് ചെയ്യാൻ വേണ്ടി അവരെ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടൊരു ഏജൻസി ഇന്ന് സൈബർ ക്രൈമിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതും വിദ്യാഭ്യാസമുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ബിടെക്കും എംടെക്കിലുള്ള പയ്യന്മാരാണ്. അപ്പൊ ആ നിലവരെ ഇന്ന് ട്രാഫിക്കിംഗ് വന്നിട്ടുണ്ട്. ഇതൊരു ട്രാഫിക്കിംഗ് ആണ്. അപ്പൊ ഈ പോയ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ തന്നെയും ഇന്ന് 1584 ആളുകൾ തമിഴ്നാട്ടിലെന്നുള്ള കാരണം എങ്ങനെ അറിയിച്ചാൽ ഞാൻ അവിടെ പോയിരുന്നു തൈവാൻ ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ലാവോസിലെ പല NGOs വന്നു. പോലീസ് റെക്കോർഡ് പേരുണ്ടെങ്കിലും NGO ഒക്കെ കുറച്ചുകൂടെ പേരുണ്ടാവും, നല്ല NGO ആണെങ്കിലും. അപ്പൊ ആ NGOs പറഞ്ഞ മിസ് നായർ ഇങ്ങനെ ഇന്ത്യയിലുള്ള പല ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊരു ചെറിയ ഇൻഫർമേഷൻ തന്നു, ഇവിടെ കൊണ്ടെന്നുള്ള ഇൻഫർമേഷൻ തന്നു. ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് അവിടുത്തെ DGP പോയി കണ്ടു. അപ്പൊ DGP പറഞ്ഞ വാസ്തവം തന്നെയാണ്. എന്റെ റെക്കോർഡ് അനുസരിച്ച് 1584 പിള്ളേരെ ഇന്നും ഇല്ല. അപ്പൊ അതിന് എന്താ വഴി? DGP എടുത്ത് ചോദിക്കുക. ഞാൻ പറഞ്ഞ ലാവോസ് NGO കണക്ട് ചെയ്ത് തരാം. പിന്നെ അവിടുത്തെ CID കാരെ വിളിച്ചിട്ട് 5 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ട്രെയിനിങ് കൊടുത്തിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞ് ട്രെയിനിങ് കൊടുത്തു. അവിടുത്തെ ലാവോസ് NGO ലിങ്ക് ചെയ്ത സമയത്ത് ഇപ്പൊ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. ഇവർ തമിഴ്നാട്ടിലെ പോലീസ് എങ്ങോട്ട് പോകണം. അപ്പൊ ഈ എഞ്ചിനീയേഴ്സ് റെസ്ക്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ ആൾ ആവശ്യമുണ്ട്, ഇവിടുത്തെ ആൾ ആവശ്യമുണ്ട്. അപ്പൊ ഈ പോയ ആളിന് അത് വിവരം ഉണ്ടായിരുന്നുവെങ്കിൽ പോകില്ലായിരുന്നു. ഇന്ന് അവർ ട്രാപ്പായി. നല്ല പണിക്ക് വേണ്ടിയാണ് പോകുന്നത്. എഞ്ചിനീയേഴ്സ് ആണ്, വിവരമുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, എന്നിട്ട് പോലും ട്രാഫിക്കിന് അടിമയായി. ഇതാണ് മനുഷ്യ കച്ചവടം. ഇനി കേരളത്തിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. ബീഹാറിൽ നിന്ന് 9 പിള്ളേരെ സേലത്ത് വന്നു. അവരുടെ റെസ്ക്യൂസിന് സേലത്ത് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടു. അവിടെ കേരളത്തിൽ വന്ന എക്സാമ്പിൾ. സേലത്തില് ആ കുട്ടികളെ ഇത്രയും പേരെ റെസ്ക്യൂ ചെയ്ത് 9 പിള്ളേരുണ്ട്. ഈ ആൺപിള്ളേരാണ്. 9 കുട്ടികൾ ഒരു 1.5 വർഷം അവിടെ സിൽവർ ഓർണമെന്റ്സ് ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് പണിയെടുക്കുകയാണ്. സിൽവർ ഓർണമെന്റ്സ്, അതായത് കൊലുസ്, വള, കമ്മൽ എല്ലാം സിൽവർ. തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ സിൽവർ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കില്ലെങ്കിൽ അവിടെ ഉപയോഗിക്കും. ഭയങ്കരമാണ് സിൽവർ. അപ്പൊ അവിടെ സിൽവർ ഓർണമെന്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവിട്ടു. 1.5 വർഷം ആയപ്പോഴത്തേക്കും ഈ കുട്ടികളെ റെസ്ക്യൂ ചെയ്തു. ആ കുട്ടികൾക്ക് 9 കുട്ടികൾക്കും നഖമില്ല. നഖം എന്തായിരിക്കും കാരണം? നഖമില്ല. എന്തായിരിക്കും കാരണം? ഓക്കെ, എന്തായിരിക്കും? നഖമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ചോദിച്ചു. ഓക്കെ, എന്തായിരിക്കും കാരണം? ആരും പറഞ്ഞ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇതാ സ്വർണ്ണത്തിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ ആസിഡ് ഉപയോഗിക്കുന്നത്. ആസിഡ് അവിടെ ബോർഡ് കഴിച്ചിട്ടുണ്ട്. ഗ്ലൗസ് കമ്പൽസറി ഗ്ലൗസ്. നമ്പർ 2 ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റഡ്. ഇത് ഹസാർഡസ് ആയതുകൊണ്ട് ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റഡ്. ഗ്ലൗസ് കമ്പൽസറി. അപ്പൊ പുരുഷന്മാർക്കും അഡൽട്ടായ ആളുകൾക്കും മാത്രമേ പണിയെടുക്കാൻ പറ്റുള്ളൂ, കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം. അപ്പൊ ലേബർ ഇൻസ്പെക്ടർ വരുന്ന സമയത്ത് 5 ആളെ പിടിച്ചെടുത്ത് അവരെ ഗ്ലൗസ് വെച്ചിരിക്കും. ഫോട്ടോ ഒക്കെ എടുക്കും. ലേബർ ഇൻസ്പെക്ടർ കണ്ടു ആൻറ്റി ഫോട്ടോ എടുക്കും. നോ ഗ്ലൗസ് നോ വർക്ക് വിത്തൗട്ട് ഗ്ലൗസ്. ഇവിടെ ബോർഡുണ്ട് ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റഡ്. അയാളെ ഫോട്ടോ ഒക്കെ എടുത്ത് അയാളൊന്നും ചൈൽഡ് ലേബർ ഒന്നുമില്ല. അയാൾ 1000 വാങ്ങിച്ച് പകുതി കളഞ്ഞു പോകും. അയാൾ പണി ചെയ്തിട്ടാണ്. ലേബർ ഇൻസ്പെക്ടർ എത്രയേ ഉള്ളൂ. അയാളെ പോകുന്ന സമയത്ത് വീണ്ടും പിള്ളേരെ വിളിക്കും. എന്തിനാ കുട്ടികൾ വിളിക്കുന്നത്? ഈ പുരുഷന്മാരെയും സ്ത്രീകൾ വെക്കുകയാണെങ്കിൽ അവർ 5 മണിക്കോ 6 മണിക്കോ പണിയെടുക്കുള്ളൂ. പിന്നെ അവിടെ ഗ്ലൗസ് ഇല്ലാതെ പണിയെടുക്കത്തില്ല. പിന്നെ അവരുടെ ശമ്പളം 1000 രൂപ വേണ്ടി ഡെയിലി വരും. ഈ പിള്ളേരെ പിടിച്ചിരുത്തിയാൽ 20 രൂപ 30 രൂപ 50 രൂപ കൊടുത്താൽ പണിയെടുപ്പിക്കും. ഗ്ലൗസ് ഇല്ലാതെ പണിയെടുപ്പിക്കും. പിന്നെ അടിയും പിടിയും കൊടുത്ത് എന്തുവേണം ഷാർട്ടിയും കൊടുത്ത് പണിയെടുപ്പിക്കാൻ പറ്റും. അങ്ങനെ ഗ്ലൗസ് ഇല്ലാതെ പണിയെടുക്കുന്ന ഇപ്പം നമ്മുടെ വാച്ച് എടുത്തിട്ട്, ഒരു റിസ്റ്റ് വാച്ച് എടുത്തിട്ട് നമ്മുടെ ഗ്ലൗസ് വെച്ചൊന്ന് ക്ലീൻ ചെയ്യണം. ഗ്ലൗസ് ഇല്ലാതെ ക്ലീൻ ചെയ്ത് നോക്കണം. ഏതാ നല്ലത്?
കാരണം വിരലൊക്കെ അങ്ങോട്ട് ബ്രൂസിൽ പോകും അല്ലേ. അതുകൊണ്ട് അങ്ങനെ പണിയെടുപ്പിച്ച കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചത്. ഇന്ന് ഈ കുട്ടികളെ റെസ്ക്യൂ സമയത്ത് അവരുടെ കയ്യിൽ നഖമില്ല. നഖമില്ല എന്നുള്ളത് ചെറിയ കാര്യം മാത്രമാണ്, പക്ഷെ അവരുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയും പോയി. ഞാൻ ബിഹാരി കുട്ടികളാണ് ഞാൻ ചോദിച്ചാൽ അച്ഛനുണ്ടോ? ഉണ്ട്. അമ്മയുണ്ടോ? ഉണ്ട്. പോണോ? ആ പോണം. നാളെ പോയാൽ മതിയോ? അടുത്ത മാസം പോയാൽ മതിയോ? സുഖമാണോ? സുഖമില്ലേ? ആ കുട്ടിക്ക് അറിയില്ല എന്താ പറയുന്നുള്ളത്. യു തിങ്ക് ഓഫ് എ ചൈൽഡ്. 11 വയസ്സായ ഒരു കുട്ടി 1.5 വർഷം ഈ ആസിഡ് കൈ മുക്കി നഖമെല്ലാം ദ്രവിച്ചു പോയ കുട്ടി, ആ കുട്ടി നമ്മുടെ മുമ്പ് ഇരിക്കുകയാണെങ്കിൽ യു ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ് ചൈൽഡ്, എൻ്റെ പേഴ്സണാലിറ്റി. അന്ന് ആ കുട്ടിയെ സംസാരിക്കുകയാണെങ്കിൽ അന്ന് രാത്രിയും അടുത്ത ദിവസം ആഹാരം കഴിക്കാൻ പറ്റും. വി വിൽ നോട്ട് ബി ഏബിൾ ടു ഈറ്റ് ദ ഫുഡ്. ഇതേപോലെ ഇഷ്ടംപോലെ കേസുണ്ട്. കുറച്ച് മാസം മുമ്പ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജാർഖണ്ഡിൽ നിന്ന് തിരുപ്പൂർ കൊണ്ടുവന്നു. തിരുപ്പൂർ ഫേമസ് ഓഫ് സംതിങ്. അറിയോ തിരുപ്പൂർ എന്താ പ്രത്യേകത? തിരുപ്പൂർ ടെമ്പിൾ കോട്ടൺ ഹോസിയറി, നമ്മുടെ ബനിയൻ അണ്ടർഗാർമെന്റ്സ് മെയിൽ ഫീമെയിലിന്റെ ഫസ്റ്റ് ക്ലാസ്. ലോകത്തിലെ ഏത് സ്ഥലത്തെയും കമ്പീറ്റ് ചെയ്യാൻ കഴിവുള്ള നല്ല നല്ല ഹോസിയറി ഉണ്ടാണ് തിരുപ്പൂർ. വിലയും പോകാം. ഫസ്റ്റ് ക്ലാസ് ഹോസിയറിയാണ്. ആ തിരുപ്പൂടെ പണി കൊണ്ടുവന്നു. പണി ആവശ്യമുണ്ട്. തമിഴ്നാട്ടിലെ ആളുണ്ട്, കേരളത്തിലെ ആളുണ്ട്, ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നു, ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവന്നു. അവരെ ട്രെയിനിങ് കൊടുത്തിട്ട് അടി വെച്ച് അടിച്ച് പണിയെടുപ്പിക്കും. നല്ല പണിയെടുപ്പിക്കും. രാവിലെ തൊട്ട് വരെ പണിയെടുപ്പിക്കും. പണിയെടുപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പം കുട്ടി പണിയെടുക്കുന്ന ഒരു കാര്യം, അടിപിടി കൊടുക്കുന്നവരെ ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് രാത്രി ഈ പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും സെക്ഷലായിട്ട്. ഇപ്പൊ ഡെയിലി 1, 2, 3 ആളിലെ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി പ്രഗ്നന്റ് ആയ സമയത്തും പണിയെടുപ്പിക്കണം. അവസാനം കുട്ടി ഡെലിവറി ചെയ്യും. അപ്പം 3 ദിവസം 2 ദിവസം കുട്ടി 2ാം ദിവസം കൊച്ചിൻ്റെ ജനിക്കുന്ന 2ാം ദിവസം അവരെ അടിച്ച് പുറത്താക്കി. കാരണം ഇനി പണിയെടുക്കാൻ നോക്കില്ല. ആ കുട്ടി വെളിയായി വന്നിട്ട് കുട്ടിക്ക് തമിഴിൻ്റെ 1-2 വാക്കറിയാം. റെയിൽവേ സ്റ്റേഷൻ കണ്ടക്ടർ പറഞ്ഞു, ആരുകൊണ്ട് വേറെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. അവിടുന്ന് വേറെ ട്രെയിൻ പിടിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. തൃശ്ശൂർ സ്റ്റേഷനിൽ കുട്ടി നിൽക്കുകയാണ്. 15 വയസ്സുള്ള അമ്മയും 2 ദിവസം പോയവിടെ കുട്ടിയുമായിട്ട് അതിൻ്റെ കുട്ടി. ഇമാജിൻ ദ ചൈൽഡ്. 15 വയസ്സുള്ള ഒരു അമ്മയും അതിൻ്റെ തന്നെ ആയ 2 ദിവസം പ്രായമുള്ള കുഞ്ഞും. അപ്പോൾ NGO ചൈൽഡ് ലൈൻ അവർ പോയിട്ട് ആ കുട്ടിയെ റെസ്ക്യൂ ചെയ്തിട്ട് RPF എടുത്ത് പോയി, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അവരൊന്നും ഇത് ഞങ്ങളാരെയൊന്നുമില്ല, ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ സെക്യൂരിറ്റിയാണ് ഞങ്ങളാരെയില്ല. അടുത്ത് ഗവൺമെൻറ് റെയിൽവേ പോലീസിൽ പോയി, GRP എന്ന് പറയും. അവർ ഈ കുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തമിഴ്നാട്ടിലാണ് ഞങ്ങളെന്തെയ്യാണ്ട, ഞങ്ങളല്ല. എന്നിട്ട് തൃശ്ശൂർ പോലീസ് എടുത്ത് പോയി. അവർ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഇഷ്ടം ഞങ്ങളെന്ത് ചെയ്യും, ആരും ഒന്നും ചെയ്തില്ല. അപ്പോഴത്തേക്ക് NGO എന്നെ വിളിച്ച് ചൈൽഡ് ലൈൻ സാറേ എന്തെങ്കിലും ചെയ്ത് പറ്റും. ഞാൻ അവിടുത്തെ DGP സംസാരിച്ചപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്തു. അവിടുത്തെ സൂപ്രണ്ട പോലീസിനെ വിളിച്ചു. അവിടുത്തെ റെയിൽവേ പോലീസായി കേസ് രജിസ്റ്റർ ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, ജാർഖണ്ഡിൽ പോയി എല്ലാ പരിപാടിയും നടന്ന് ഭംഗിയാണ് ചെയ്തു. പക്ഷേ സംഭവം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ 16 വയസ്സുള്ള ഈ കുട്ടി, 15 വയസ്സുള്ള സ്ത്രീ, 2 വയസ്സുള്ള കുട്ടി. ആ കുട്ടി എന്താണ്? ഈസ് എ ട്രാഫിക് വിക്ടിം ഓർ ചൈൽഡ് ലേബർ? വാട്ട് ഇസ് ഇറ്റ്? ഇതാണോ ട്രാഫിക്കിംഗ്? ഇതാണ് മനുഷ്യ കച്ചവടം. മനുഷ്യ കച്ചവടത്തിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാം, ഇഷ്ടം പോലെ 1000-ൽ എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റും. ഇതെല്ലാം പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. ഇനി ഒന്നുകൂടെ പറയട്ടെ. ജയ്പൂർ പോയിട്ടുണ്ട്. ജയ്പൂർ അതിന് പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അവിടെ എന്താ പ്രത്യേകത ജയ്പൂറിന്? വള. ജയ്പൂർ ബാംഗിൾസ് വെരി ഫേമസ്. വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങണം. അതിൽ അഡ്വർടൈസ്മെന്റ് പറയുന്നത് ഹാൻഡ് മെയ്ഡ് എക്സ്ക്ലൂസീവ് ബാംഗിൾസ്. എന്നേക്കുള്ള ബാംഗിൾസ് ആണ്, ഭംഗിയായിട്ടുള്ള. ലോകത്ത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നത് ആ ബാംഗിൾസ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ജയ്പൂർ ബാംഗിൾസിന് പ്രത്യേകത നല്ല തന്നെയാണ്. ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ആരായി ബാംഗിൾസ് ഉണ്ടാക്കുന്നത്? അവിടെ കഴിഞ്ഞ വർഷം 660 പിള്ളേരെ, 660 സിസ്റ്റം പിള്ളേരെ NGO റെസ്ക്യൂ ചെയ്തു. 660 കൂടുതൽ കുട്ടികളെ NGO റെസ്ക്യൂ ചെയ്തു. എന്നിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് നിയമം അനുസരിച്ച് ആ റെസ്ക്യൂ ചെയ്ത കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാണ്. ഒരു മജിസ്ട്രേറ്റിന്റെ ഭാഗമാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊണ്ടുപോകും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പേരും അഡ്രസ്സൊക്കെ വെരിഫൈ ചെയ്തിട്ട് ആ കുട്ടിയെ പറഞ്ഞ കുട്ടിയെ വീട്ടിൽ വിടും. പറഞ്ഞു വിടും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പ് പോകുന്ന സമയത്ത് ഞാൻ ആ ജയ്പൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ കാണാൻ പോയി. അവിടെ പോയ സമയത്ത് അവിടെ പോയി കണ്ടു മിസ്സിസ് ശർമ്മ. അവർ വന്ന് നേരെ സാർ വൈകിട്ട് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനുണ്ട്, ഐ നീഡ് യു അഡ്വൈസ്. ഞാൻ പോയി. അപ്പോൾ അവർ 2 കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞത്, ഈ റെസ്ക്യൂ ചെയ്ത കുട്ടി ഒരുത്തൻ അയാളെ വന്ന സമയത്ത് നല്ല സ്മാർട്ടായ പയ്യനായിരുന്നു. 8ാമത്തെ വയസ്സ് നിന്നാണ്. ഇന്ന് 11 വയസ്സായി. 3 വർഷം അവിടെ പണിയെടുത്ത സമയത്ത് അയാൾക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ അയാൾക്ക് നടക്കാൻ പറ്റില്ല. അയാൾ ഇങ്ങനെ പോകുന്നത്, ഹംറ്റി ഡംറ്റിയാണ് പോണത്. കാരണം എന്ന് വെച്ചാൽ ഈ വളം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കസേരയൊക്കെ എടുക്കും, പൊക്കമുള്ള കസേര പിടിച്ചൊക്കെ എടുക്കും. മുമ്പ് സാധനങ്ങൾ വയ്ക്കും, വളം ഉണ്ടാക്കും. അപ്പോൾ കസേരയിൽ ചെമ്മൻ പണിയിരിക്കും, കാൽ പടക്കി വെക്കണം.
അങ്ങനെ ഇരിക്കും. ഇപ്പം രാവിലെ 7 മണിക്ക് അകത്തോട്ട് കയറ്റിയിട്ട് രാത്രി 8 മണിക്കാണ് വെളി ഇറക്കുന്നത്. ആ 13 മണിക്കൂർ പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ പകൽ മുഴുക്കെ സൂര്യനെ കാണുന്നില്ല. ശനിയും ഞാനും ഒക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു കസേരയിൽ പോയിട്ട് ഒരു ദിവസം മൊത്തം കാല് മടക്കി ഇരുന്ന് നോക്കണം. കഴിക്കാൻ പറ്റുമോ? ഈ കുട്ടി പറഞ്ഞ കുട്ടികളൊക്കെ 1.5 വർഷം വരെ ഇരുന്നതാണ്. ആ കുട്ടിക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ 8 വയസ്സുള്ള കുട്ടി 11 വയസ്സായി, 1.5 വർഷമായി. ആ കുട്ടി നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ കുട്ടിയുടെ നടത്തം തിരിച്ചു വരുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേഴ്സണാലിറ്റിയും പോയി. കംപ്ലീറ്റ് ഡിവാസ്റ്റേറ്റഡ്, ഡിമോളിഷ് ആൻഡ് ഡിസാസ്റ്റർ ആയി. ആരാ ഉത്തരവാദിത്തം? നമ്മളവിടെ പോയിട്ട് വള വാങ്ങിക്കും. നമ്മൾ വള മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. വള ഉണ്ടാക്കിയത് ആരെന്ന് ആലോചിക്കുന്നില്ല. നമുക്ക് ചെയ്യണം, അതാണ് ആവശ്യം. വള വാങ്ങുന്ന സമയത്ത് വള ഉണ്ടാക്കിയെന്ന് ആരെന്ന് ആലോചിക്കണം. രണ്ടാമത്തെ മിസ്സിസ് ശേവ പറഞ്ഞു, നായർ സാർ, ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ കുട്ടിയെ റെസ്ക്യൂ ചെയ്യുന്ന എൻ ജി ഒ ഉണ്ടല്ലോ, അവരെ എൻ ജി ഒ റെസ്ക്യൂ ചെയ്തിട്ട് CWCക്ക് അയക്കും. ജയ്പൂർ CWC ചോദിച്ചു, മോനെ എവിടുന്നാ? ഞാൻ ഗയ, ബീഹാറിൽ നിന്നാണ്. അവരെന്ത് ചെയ്യും? അവിടെ നേരെ CWC ഗയക്ക് അയക്കും. ഒരു പോലീസ് എസ്കോർട്ട് ഉണ്ട്, CWC ഗയ. അവിടെ എന്ത് ചെയ്യും? CWC വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണി നടന്നതാണ്. പണി നടന്നിട്ടില്ല. മിസ്സിസ് ശർമ്മ പറയുന്നത്, നായർ സാർ, സെയിം ചൈൽഡ് അപ്പിയർഡ് 3 times ബിഫോർ മീ ഇൻ മാറ്റർ ഓഫ് 2 months ടൈം. 2 മാസത്തിനകത്ത് 3 പ്രാവശ്യം അതേ കുട്ടി എൻ്റെ മുമ്പ് വന്നിരുന്നു. കാരണം ഞാൻ റെസ്ക്യൂ ആണ്. റെസ്ക്യൂ ആയിട്ട് CWC ജയ്പൂർ കൊടുത്തു. ജയ്പൂർ എസ്കോർട്ട് കൊണ്ട് CWC ഗേ കൊടുത്തു. CWC ജയ പറഞ്ഞ് വീട്ടിൽ വിട്ടു. ഈ ട്രാഫിക് അവിടെ ഇരിക്കുകയാണ്, ആ പിടിച്ചോണ്ടിരുന്നു വീണ്ടും. അവന് വീണ്ടും കാശ് കിട്ടി. അപ്പൊ ഇങ്ങനെ കുട്ടികളെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ റീഹാബിലിറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് ആ കുട്ടി വീണ്ടും എക്സ്പയർ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഇത് റീസൈക്കിളാണ്. ജസ്റ്റ് ഇമാജിൻ എ ചൈൽഡ്, ഒരു ചൈൽഡ്, ഇമാജിൻ എ ചൈൽഡ് 3 പ്രാവശ്യം റെസ്ക്യൂ ചെയ്തിട്ട് 3-ാം പ്രാവശ്യം കൊണ്ട് വരികയാണെങ്കിൽ ഇമാജിൻ ഫ്ലൈറ്റ് ഓഫ് ദ ചൈൽഡ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് പുട്ട് യുവർസെൽഫ് ഇൻ ദ മൈൻഡ്, ഇൻ ദ ഷൂ ഓഫ് ദ ചൈൽഡ്. കംപ്ലീറ്റ് ഷാറ്ററിങ്. അത് ആ കുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ ദ വേൾഡ് വിൽ സ്റ്റോപ്പ് പോയി. അന്ന് ലോകം അവസാനിക്കപ്പെടും. വേൾഡ് വിൽ സ്റ്റോപ്പ് പോയി. ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ട്. മീഡിയ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സൈബർ ക്രൈം, ഞാൻ പറഞ്ഞത് ഇത്രയും കുട്ടികളെ മിസ് ചെയ്യാന്നുള്ളത്. ലേറ്റസ്റ്റ് സുപ്രീം കോടതിയുടെ റൂളിംഗ് ആണ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നതാണ്, 9 മാസം. വാച്ചിങ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഈസ് ആൻ ഒഫൻസ്. ഇത് തമിഴ്നാട്ടിലെ കേസാണ്. ഇവിടുത്തെ അതിൻ്റെ ലാപ്ടോപ്പിൽ ചൈൽഡ് പോർണോഗ്രാഫി കാണുകയാണ്. അപ്പോൾ അത് വേറെ ക്യാമറയിൽ പിടിച്ചു. അത് പോലീസിന് ഇൻഫോം ചെയ്ത് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇവ പറഞ്ഞു, സാറേ, എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഞാൻ ചൈൽഡ് പോർണോഗ്രാഫി നോക്കുകയാണെങ്കിൽ ആർക്കെന്താ അവരത് വാട്ട് ഈസ് റോങ് വിത്ത് എനിബഡി എൽസ്? വൈ ഷുഡ് ഹി സീ? ഞാൻ അവിടെ കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ വേറെ ആരും കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ കണ്ടേ ഉള്ളൂ. സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ ചൈൽഡ് പോർണോഗ്രാഫി കാണുന്നത് കൊണ്ട് ചൈൽഡ് പോർണോഗ്രാഫേഴ്സ് ആ ചൈൽഡ് പോർണോഗ്രാഫി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണ്. അതിനാൽ ഇതൊരു ക്രൈമാണ്. Watching child pornography is a crime because some child is being exploited somewhere. Very good decision. നമുക്ക് വേണ്ടെന്ന് പറയാൻ നിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആന്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ് എന്ന് ആരംഭിക്കണം. എല്ലാവരും കൂടി ചേർന്നിട്ട് ആന്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ്. ആ ക്ലബിലെ ലീഡേഴ്സ്, ഐ വാണ്ട് പീപ്പിൾ ലൈക്ക് യു ആസ് ലീഡേഴ്സ്, സ്മാർട്ട് ഗേൾസ്, ഓൾ ഓഫ് യു ആർ സ്മാർട്ട്. അതിനായി നമ്മൾ ചെയ്യാൻ ഒരു കാര്യം തീരുമാനിക്കുന്നത്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ പോയിട്ട് ഈ പ്രശ്നമുള്ള എല്ലാം മനസ്സിലാക്കി എന്നിട്ട് പറയാം, എല്ലാം എഴുതിയിട്ട് പറയാം, വി ഷാൽ നോട്ട് വാച്ച് ചൈൽഡ് പോർണോഗ്രാഫി. ഞാൻ ചൈൽഡ് പോർണോഗ്രാഫി കാണില്ല. I shall not allow my father to watch child pornography. എൻ്റെ അച്ഛനെ കാണാൻ സമ്മതിക്കില്ല. I shall not allow my uncle to watch child pornography. എൻ്റെ അച്ഛനെയും ചിറ്റപ്പനെയും അമ്മാവനെയും കാണാൻ സമ്മതിക്കില്ല. I will not allow my teacher to watch child pornography. I will not allow my friend to watch child pornography. നമ്മൾ എല്ലാവരും തീരുമാനിക്കുകയാണ്, ചൈൽഡ് പോർണോഗ്രാഫി കാണില്ല എങ്കിൽ ആ ചൈൽഡ് പോർണോഗ്രാഫിൻ്റെ അവൻ്റെ പ്രൊഡക്ഷൻ നിൽക്കും. ആ പ്രൊഡക്ഷൻ നികത്തണമെങ്കിൽ നമ്മുടെ ഡിമാൻഡ് നടത്തണം. ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രിവൺ ആണ്. ഡിമാൻഡ് ഇല്ലെങ്കിൽ ട്രാഫിക്കിംഗ് ഇല്ല. ഇപ്പൊ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഡിമാൻഡ് നികത്താമെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ കുട്ടികളെ ഭിക്ഷ എടുക്കുന്ന കുട്ടികളെ കാണാറുണ്ട്, ബഗേഴ്സ്. കേരളത്തിൽ കാണുന്നില്ല. അങ്ങോട്ട് പോയാൽ കന്യാകുമാരിയിലോ നാഗർകോവിലോ പിന്നെ ഇങ്ങോട്ട് അടുത്ത പല സ്റ്റേറ്റിലും ഡൽഹിയിലൊക്കെ പോയിട്ട് കാണാൻ പറ്റും. എല്ലാ സർവീസിലും പോലെ പിള്ളേരുണ്ടാകും ഇല്ലേ, ബഗേഴ്സ് ഉണ്ട്. ആ കുട്ടി ആവശ്യപ്പെടുന്ന 5 രൂപ 10 രൂപ ആവശ്യപ്പെടും. അതിന് 5 രൂപയ്ക്കും 10 രൂപയ്ക്ക് വരാൻ ഒരു വടയോ ഒരു വാഴയ്ക്കോ കൊടുത്താൽ വാങ്ങില്ല. അതിന് വിശപ്പുണ്ട് എങ്കിലും വാങ്ങില്ല. എന്താ കാര്യം എന്താണ്? അതിന് വാഴയ്ക്കപ്പോ വടയോ ഇഡ്ഡലി കൊടുത്താൽ വാങ്ങില്ല, ചപ്പാത്തി കൊടുത്താലും വാങ്ങില്ല. കുട്ടിക്ക് വിശപ്പുണ്ട് എങ്കിലും വാങ്ങില്ല. എന്തുകൊണ്ട് വാങ്ങില്ല? അവനെ കൊണ്ട് നിർത്തിച്ച ആള് പറഞ്ഞിട്ടുണ്ട് ഡെയിലി 100 രൂപ സമ്പാദിക്കണം, അത് കഴിഞ്ഞിട്ടേ മറ്റു പണിയുള്ളൂ.
ആ കുട്ടിയെ പൈസ വാങ്ങാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുകയാണ്. ചൈൽഡ് ഈസ് നോട്ട് എ ബെഗർ. നോ ചൈൽഡ് ഈസ് എ ബെഗർ. ചൈൽഡ് ഈസ് മെയ്ഡ് എ ബെഗർ. ചൈൽഡ് ഈസ് മെയ്ഡ് എ ബെഗർ. അപ്പൊ അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ ദിസ് ഈസ് ആൾസോ ട്രാഫിക്കിംഗ്. നിയമം അനുസരിച്ച് എല്ലാ നിയമത്തിലും ഒരു ക്രൈം പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ ഉണ്ട്, ഒരു ഇന്റൻഷൻ ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ഇതിൽ ആളുകളെ വാങ്ങുന്ന സമയത്ത് റിക്രൂട്ട് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഹാർബർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. പർപ്പസ് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കാം, സെക്ഷൽ ആയിരിക്കാം, സ്ലേവറി ആയിരിക്കാം, സെർവിറ്റ്യൂഡ് ആയിരിക്കാം, ഓർഗൻ റിമൂവൽ ആയിരിക്കാം. മെത്തേഡ് എന്ന് പറയുന്നത് പ്രലോഭനം കൊടുത്തോ, പേടിപ്പെടുത്തിയോ, എന്തെങ്കിലും ഒരു ബൈ ഗിവിംഗ് സം ലിവർ എന്ന മലയാളത്തിൽ പറയാം, ലിവറിങ് എ പേഴ്സൺ. ആ പണി തരാം, ഈ പണി തരാം, ലിവറിങ് മലയാളത്തിൽ പറയും. പ്രലോഭനം, വാഗ്ദാനം, പ്രലോഭനം, പിന്നെ ഡിസെപ്ഷൻ, ഡിസീവിങ് എ പേഴ്സൺ. എന്താ പറയുക? വഞ്ചന, പ്രലോഭനം, വഞ്ചന, ഭയപ്പെടുത്തുന്നത്, ഇങ്ങനെ എല്ലാ പരിപാടിയും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട് ഇതിന്റെ. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, സ്ലേവറി. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ആകാം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആകാം, എക്സ്പ്ലോയിറ്റഡ് ലേബർ ആകാം, ഓർഗൻ ട്രേഡ് ആകാം, സ്ലേവറി ആകാം. എന്താണ് ഈ സ്ലേവറി? അടിമത്തത്തിന്റെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഒരാളെ കുട്ടിയെ കണ്ടു, ആ കുട്ടി അടിമയാണോ ഇല്ല എങ്ങനെ അറിയാൻ പറ്റും? ഒരു കടയിൽ ആഹാരം കൊടുക്കുന്ന, ആഹാരം സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഇഷ്ടമുള്ള ബിഹാരീസ് ഉണ്ട്. അപ്പൊ അയാൾ അടിമയാണോ അതോ എംപ്ലോയി ആണോ എങ്ങനെ അറിയാൻ പറ്റും? എഴുതി വെച്ചിട്ടില്ലല്ലോ ഞാൻ അടിമയാണെന്നില്ല. എങ്ങനെ അറിയാൻ പറ്റും? എന്തൊക്കെ പോയിന്റാണ് വേണ്ടത് അടിമയാണെന്ന് അറിയാൻ വേണ്ടി? അടിമയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഹൗ ഡു യു ജഡ്ജ് എ പേഴ്സൺ വെദർ ദ പേഴ്സൺ ഈസ് എ സ്ലേവ് ഓർ നോട്ട്? Identity. Okay. Number 2. ഭയം ഉണ്ടാവും. Okay. Anything else? വേറെ സ്ലേവ് അടിമയാണെന്നുള്ള അതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ഒന്ന് ഭയം, പേടി. നമുക്ക് ഉള്ള ചില ക്വാളിഫിക്കേഷൻ അവിടെ ഇല്ല, അടിമയ്ക്കില്ല. നമുക്കുള്ളത് ആർക്കില്ല. എന്താണ് ഇല്ലാത്തത്? ഫ്രീഡം. ഫ്രീഡം ഈസ് വൺ. നമുക്ക് ഫ്രീഡം ഉണ്ട്, ആ കുട്ടിക്ക് ഫ്രീഡം ഇല്ല. ഹാപ്പിനെസ്, റൈറ്റ്സ്, അവകാശം. സെക്കൻഡ് ഈസ് ഇക്വാലിറ്റി, മീൻസ് റൈറ്റ്സ്, അവകാശം. നമുക്ക് അവകാശമുണ്ട്. If I slap him now, he can take me to court of law. I have no business to do that. Even threatening also, he can take me to court of law because that is rights. Avagasham. Aa kutti ko avagasham illa. Avagasham ananam. So freedom, rights, and third one very important. That is, third one, freedom. After freedom hoy, rights hoy, and what third one? Sorry. Very good. What is the wonderful. What's your third one? And the third one, what is it? Dignity. Then dignity. Very important. Freedom, rights, and dignity. Dignity is very important. Freedom undayalum, avagasham undayalum, rights undayalum, dignity is very important. Human beings and dignity ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത് dignity ആണ്, അല്ലേ? ആ ഡിഗ്നിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് ഈ കുട്ടികൾക്ക് ട്രാഫിക്കിന് വിദ്യാർത്ഥി കുട്ടികൾക്ക് ഡിഗ്നിറ്റി ഇല്ലായെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. show an example here. See this picture. Is a police child labor. The child labor അല്ല, child labor തന്നെയാണ്. പക്ഷേ child labor പുറമെ that boy or the girl does not have freedom. എടേ കണ്ണ് പൊക്ക് തൂക്കിയിട, he has to obey that. ഫ്രീഡം ഇല്ല, റൈറ്റ്സ് ഇല്ല. എനിക്ക് അവകാശമുണ്ട്, എനിക്ക് റെസ്റ്റ് എടുക്കണം, എനിക്ക് ഇത്രയും ചുമക്കാനുള്ള ധൈര്യമില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പൊ എന്റെ റൈറ്റ്സും ഇല്ല, ഫ്രീഡം ഇല്ല. തേർഡ് ഈസ് ഡിഗ്നിറ്റി. ചൈൽഡ് ഇസ് എ ചൈൽഡ്. Child is not a slave. But here, all these are taken away. Rights, freedom, and dignity is taken away. Therefore, this is human trafficking. So, very important we should know that human trafficking, slavery, these three characters are very important. So, observe please observe these qualities. Now, trafficking, the road examples on the entertainment, slaughterhouse, stone crushing,
പോയി നോക്കണം പലപ്പോഴൊക്കെ. നിങ്ങൾ ആക്റ്റീവ് സ്റ്റുഡൻസ് ആണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റായാലും ശരി, പലപ്പോഴൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോയി ട്രൈ ചെയ്യണം. ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എറണാകുളം ലോ കോളേജിൽ സ്മാർട്ട് കുട്ടികളാണ്. അടുത്ത ആഴ്ച തന്നെ വിളിച്ചു, സാറേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു പണി പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അവിടെ ബീഹാരി ലേബർ ക്യാമ്പ് ഉണ്ടാവും, ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നുമുള്ള, അതിൽ സ്ത്രീകളുണ്ടാവും. അങ്ങനെ സ്ത്രീകളുള്ള ഒരു ലേബർ ക്യാമ്പിൽ പോയെന്ന് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, പോയി നോക്കണം, വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ പറയാനെങ്കിൽ ആ വഴിയിലേ പോകത്തുള്ളൂ. അപ്പോൾ കുട്ടികളെ യുവർ മൈൻഡ് ഫ്രഷ്, യുവർ മൈൻഡ് ക്യാൻ ഫ്ലൈ ലൈക്ക് ബട്ടർഫ്ലൈസ്. ഗോ ടു ലേബർ ക്യാമ്പ് ആൻഡ് സീ. അപ്പോൾ 5-8 പിള്ളേരുണ്ട്, എല്ലാവരും കൂടെ 10 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ലേബർ ക്യാമ്പിൽ പോയി. എറണാകുളം ലോ കോളേജിലെ സ്റ്റുഡൻസ് ആണ്, അവരുടെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ്ബ്. അവിടെ പോയിട്ട് എടുത്ത് വന്നു. അത് സ്പെൻഡ് ഡേ. സാറേ വലിയ കഷ്ടമാണ്. എന്താണ് കഷ്ടം സാറേ, ഇവിടെ ഇവർക്ക് ബാത്റൂമൊന്നുമില്ല. എല്ലാം കൂടെ 7 സ്ത്രീകളുണ്ട്, 14-15 പുരുഷന്മാരുണ്ട്, 4 കുട്ടികളുണ്ട്. അവരിവിടെ 3 മാസമായി പണിയെടുക്കുകയാണ്. എറണാകുളം സിറ്റിയിൽ, ഗോഡ്സ് ഓൺ കൺട്രി, അവിടെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഈ സ്ത്രീകൾ രാവിലെ എഴുതി 4:30 മണിക്ക് വിളിക്കാൻ പോകും, എവിടെയെങ്കിലൊക്കെ പോകും. അവിടെ പോയി നിന്ന് ആൾ ഭയപ്പെട്ട് പേടിപ്പെടുത്താണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് പുരുഷന്മാർ പോകും. അത് കഴിഞ്ഞിട്ട് പകൽ മുഴുവൻ വെള്ളം കുടിക്കുന്നില്ല. 4 മണി 5 മണി 6 മണിയാകുമ്പോൾ വെള്ളം കുടിക്കും. കാരണം രാത്രി മൂത്രം കഴിക്കാൻ പോകണമെങ്കിൽ രാത്രി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പകൽ മുഴുവൻ വെള്ളം കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ട് UTI ഉണ്ടാകാം. ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ പോകുന്നതുകൊണ്ട് അവരുടെ ഡിഗ്നിറ്റീസ് വയലറ്റ്, അവരുടെ ഫ്രീഡം ഓഫ് റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റിയും വയലറ്റ് ആയി. അപ്പോൾ ആരെങ്കിലും വെളുപ്പാൻ കാലത്ത് പോയി ടോർച്ച് അടിക്കാം, ദാറ്റ് മീൻസ് വയലേഷൻ ഓഫ് ഡിഗ്നിറ്റി. ആരെങ്കിലും വെളുപ്പാൻ കാലത്ത് കൊണ്ട് അവരെ റേപ്പ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റും, ദാറ്റ്സ് വയലേഷൻ. അപ്പോൾ ഇങ്ങനെ എന്ത് എക്സ്പ്ലോയിറ്റേഷൻ സാധ്യത ഉള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ കേസ് ഓഫ് ഇനിഷ്യേറ്റിംഗ് ടു ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വളരെ ഒരു ആക്റ്റീവാണ്. സാറേ നിങ്ങൾ പോലീസ് പോയിട്ട് കേസ് കൊടുക്കാൻ പോവാണ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്, ആന അവർ ഇപ്പില്ല, പോലീസ് പിന്നെ വന്നാണ്. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ യു ഡു? പോലീസ് പിന്നെ വേണ്ട, സീ വാട്ട് യു ക്യാൻ ഡു. സാറേ പറയാൻ എന്താ ചെയ്യാൻ, തിങ്ക് വാട്ട് യു ക്യാൻ ഡു. അവരെ സ്മാർട്ട് പിള്ളേരാണ്, അവരെ ക്യാമ്പിൽ പോയി കിട്ടും. അവിടുത്തെ ലേബർ കോൺട്രാക്ടറൊക്കെ ഉണ്ട്, ലേബർ കോൺട്രാക്ടർ പറഞ്ഞിട്ട് ചേട്ടൻ അനിയത്തി ഉണ്ടോ? ഉണ്ട്. ചേട്ടൻ അനിയത്തി ബാത്റൂമിന് വേണ്ടി വെളിയിൽ പോകാം, ഇത് മെയിൻ റോഡിൽ പോയി ഇരിക്കും, ഇല്ല പോകുന്നില്ല, എന്താ കാര്യം, അത് ബാത്റൂം ഉണ്ട്, വൈഷൻ ഷീക്കോ ഷീക്കനാട്ടോ പോകില്ല, ഇല്ല പോകില്ല. അപ്പോൾ ഈ ചേട്ടന് വേണ്ടി പണിയെടുക്കുന്ന ഈ 8 സ്ത്രീകളുണ്ട്, അവർ വെളിയിൽ പോയിരുന്ന സമയത്ത് യു ആർ നോട്ട് ബോദർ, അയ്യോ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞു അയ്യോ എനിക്കറിയില്ല. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കോൺട്രാക്ടർക്ക് അറിയില്ല എങ്കിൽ ആരെങ്കിലും കോൺട്രാക്ടർ പറയണ്ടേ. ഈ ലേബേഴ്സിന് കഴിവും സാമർഥ്യമില്ല, അവിടെ അടിച്ചോർത്തിരിക്കുകയാണ്, അവിടെ അടിമയാണ്. അതുകൊണ്ട് അവർക്ക് വാക്ക് കൊടുക്കാൻ അവർക്ക് പറയാൻ അവകാശമില്ല, അധികാരമില്ല, അവസരവുമില്ല. അപ്പോൾ അവർക്ക് പറയാനുള്ള അവസരവും അവകാശവും കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ ഇവിടെ യൂത്ത് ജനറേഷൻ കഴിയുമെങ്കിൽ വലിയ കാര്യമാണ്. ചേട്ടാ അവർ ഡിഗ്നിറ്റി ഉള്ള ആളാണ്, ചേട്ടൻ്റെ അനിയത്തി വെളിയിൽ പോകില്ല എങ്കിൽ ഇവരുടെ അനിയത്തിമാരാണ്, ഇയാൾക്ക് ബാത്റൂം കൊടുക്കണം. അങ്ങനെ ഒന്ന് ശരി, ഞാൻ 1 മാസം കൊണ്ട് ശരിയാക്കാം. ചേട്ടാ 1 മാസമല്ല, ഒരാഴ്ച കൊണ്ട് ശരിയാക്കണം. ചേട്ടൻ്റെ കാശില്ലായെങ്കിൽ നിങ്ങൾ എറണാകുളം ലോ കോളേജ് എല്ലാവരും കൂടെ 5 രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് നാളെ കാശ് കൊണ്ടുവരും. അതായത് കാശിൻ്റെ ആവശ്യമില്ല, എൻ്റെ കാശെ കൊണ്ട് ഞാൻ ശരിയാക്കി തരാം. ഇറങ്ങി പോയി 10ാം ദിവസം ആ ചേട്ടൻ വിളിക്കുകയാണ്, അനിയത്തി ഇങ്ങോട്ട് വാ, ഒരു ഫീമെയിൽ ടോയ്ലറ്റ്, ഒരു മെയിൽ ടോയ്ലറ്റ്, ഒരു ചൈൽഡ് ക്രഷ് 3 ഉണ്ടാക്കി. സെയിം കോൺട്രാക്ടർ. അപ്പോൾ കോൺട്രാക്ടർക്ക് വിവരമില്ലാത്ത കോൺട്രാക്ടർ വേറെ കൊടുപ്പിച്ച സമയത്ത് പണിയിടുന്നു. ഇന്ന് ആ സ്ത്രീകളുടെ അവകാശ ലംഘനമില്ല. They have their own freedom, rights and dignity. Very interesting work, anti-human trafficking club of എറണാകുളം ലോ കോളേജ്. അങ്ങനെ പല കാര്യം ചെയ്യാൻ പറ്റും. ഇത് എക്സാമ്പിൾ, ഇത് സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ഇത് സ്കിൻ ഓർഗൻ ട്രേഡിൻ്റെ എക്സാമ്പിളാണ്. ഓർഗൻ ട്രേഡിൻ്റെ എക്സാമ്പിളാണ്. ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഉണ്ട്, കേരളത്തിൽ ഉണ്ട്. ഓർഗൻ ട്രേഡിൻ്റെ നിയമം അനുസരിച്ച് ബന്ധുക്കളിൽ നിന്ന് മാത്രമേ പാടുള്ളതുണ്ട്. പക്ഷേ ബന്ധുക്കളല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് പേടിപ്പിടിച്ചും പ്രലോഭിപ്പിച്ചും പൈസ കൊടുത്തും ഭയപ്പെടുത്തിയും അവരെ വ്യക്തിമാക്കിയിട്ട് പല ആളുകളെയും പഞ്ചാബിലെ ഒഡീസയിൽ നിന്ന് 10 കുട്ടികളെ കൊണ്ടുപോയി പഞ്ചാബിൽ പണിയെടുക്കാൻ വേണ്ടി ശനിയാഴ്ച കോൺട്രാക്ട് പറഞ്ഞു ഇവർക്ക് ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ട് ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കി. എല്ലാവർക്കും മരുന്ന് കൊടുത്തിട്ട് അവരെ ബോധോദയം കൊടുത്തിട്ട് നടത്തിയിട്ട് എല്ലാവരുടെയും ഒരു കിഡ്നിയും മാറ്റി. തിങ്കളാഴ്ച അവരെ പണിക്ക് വിട്ടു, പണിയെടുക്കാം. കാരണം കിഡ്നി മാറ്റിയാൽ കൊച്ചിപ്പിള്ളല്ലേ ശരിയായിക്കോളും. ബുധനാഴ്ച തൊട്ട് പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാളിൻ്റെ ഓപ്പറേഷൻ എന്തോ അപാകത ഉള്ളതുകൊണ്ട് അത് ഓപ്പറേഷൻ പാസ്സായിട്ട് ഡെവലപ്പായിട്ട് ആ കുട്ടി മരിച്ച സമയത്ത് ബഹളമുണ്ടായി. ഇങ്ങനെ മരിച്ചു. പെട്ടെന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ നോക്കി. പോസ്റ്റ്മോർട്ടത്തിന് പോയത് ഗവൺമെൻറ് ആശുപത്രിയായി. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രി നോക്കിയപ്പോൾ എന്തോ അപാകതയുണ്ട്, ഈ കിഡ്നി ഇല്ലെന്ന് മനസ്സിലാക്കി ബഹളമുണ്ടായി. പോലീസ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതിനകത്ത് പൊളിറ്റീഷ്യൻസും ഉണ്ട്, പോലീസ് ഓഫീസേഴ്സും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. എല്ലാവരും ഇൻവോൾവ് ആണ് ഈ ഓർഗൻ ട്രേഡിൻ്റെ വലിയ ഓർഗനൈസേഷനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ മനുഷ്യ കച്ചവടം എന്ന് പറയുന്നതിൽ
നമ്മൾ വിചാരിക്കുന്ന താഴെക്കിടാനുള്ള ക്രിമിനൽസ് അല്ല, എല്ലാവരും ഇൻവോൾവാണ്. പല തരത്തിലുള്ള കാര്യങ്ങളും ആകട്ടെ, എസ്പെഷ്യലി മെനി പീപ്പിൾ ആർ ഇൻവോൾവ്. കമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് പണ്ട് ബ്രോത്തലായിരുന്നു, പിന്നെ നോൺ ബ്രോത്തലായി, പിന്നെ അങ്ങനെ ഫോഴ്സ് ലേബറും. ലേബറായി ഞാൻ എക്സാമ്പിൾ കാണിച്ചു. മസാജ് പാർലർ, തെറ്റൊന്നുമില്ല. ഇന്നലെ തമിഴ്നാട്ടിലെ 4 മസാജ് പാർലറിൽ നിന്ന് അവർ 42 ആളെ അറസ്റ്റ് ചെയ്തു. അതിൽ 4-5 സ്ത്രീകളുണ്ട്, മറ്റെല്ലാം പുരുഷന്മാരാണ്. അപ്പം മസാജ് പാർലർ കിട്ടുന്നില്ല. പക്ഷേ മസാജ് പാർലറിന്റെ പേരിൽ അവിടെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ പുരുഷന്റെയും സ്ത്രീകളെ ഉണ്ടെങ്കിൽ അത് ട്രാഫിക്കിംഗ് ആണ്. ആ കുട്ടി അവിടെ മസാജ് ചെയ്യാൻ വരുന്ന ട്രെയിൻഡ് മസിയ ആണായാലും പെണ്ണായാലും അവരെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി വരുന്നതല്ല, അവർ മസാജ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് 500 രൂപ 1000 രൂപ ശമ്പളമാണ് കൊടുക്കും. പക്ഷേ ഈ പുറത്ത് പോകുന്ന കസ്റ്റമർ എന്ന് പറയുന്നവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കാശ് കൊടുക്കുകയാണെങ്കിൽ അത് ട്രാഫിക്കിംഗ് ആയി. കാരണം ആ കാശ് പോകുന്നത് അവിടുത്തെ ഓണർക്കാണ്, ഈ കുട്ടിക്കല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇറ്റ്സ് ഓൾസോ ട്രാഫിക്കിംഗ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ ടൂറിസ്റ്റ് സർക്യൂട്ട്, എസ്കോർട്ട് സർവീസ്. എസ്കോർട്ട് സർവീസ് കേട്ടിട്ടുണ്ടോ? എസ്കോർട്ട് സർവീസ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടല്ലേ? നെറ്റിൽ പോയിട്ട് ഇന്റർനെറ്റിൽ പോയിട്ട് എസ്കോർട്ട് സർവീസ്. നാളെ ഇന്നിപ്പോൾ 27, 30-ാം തീയതി ഞാൻ ജാംതാരയിൽ പോവുകയാണ്. എനിക്ക് ഒരു പെൺ എസ്കോർട്ട് വേണം. ഒരു മെസ്സേജ് കൊടുക്കും. ജാംതാര എവിടെയെന്ന് അറിയോ? കേട്ടില്ല അല്ലേ? ജാർഖണ്ഡിലെ ഒരു ഇന്ത്യൻ പ്ലേസ് ആണ്. ഇന്ന് ക്രൈം വേൾഡ് എന്ന് പറയുന്നത് ജാംതാര. അപ്പോൾ ക്രൈം വേൾഡ് ആയതുകൊണ്ട് ജാംതാരയിൽ പോവാം. ഞാൻ ജാംതാരയിൽ പോകും. 30-ാം തീയതി എനിക്ക് 15 വയസ്സുള്ള പെൺകുട്ടി എസ്കോർട്ടിന് വേണം. എസ്കോർട്ട് മീൻസ് അത് തന്നെയാണ്. മെസ്സേജ് കൊടുക്കുക. അവരാദ്യം പേര് ചോദിക്കും, ഇമെയിൽ ചോദിക്കും, ടെലിഫോൺ നമ്പർ ചോദിക്കും. എന്നിട്ട് പറയും 200 രൂപ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അത് കൊടുക്കാൻ പറയും, ജിപേ അയക്കാൻ പറയും. കാരണം അമ്മക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കിട്ടും. എല്ലാം ആയിക്കഴിഞ്ഞ് പറയും, മെസ്സേജ് വരും, നോ വി ഡോണ്ട് പ്രൊവൈഡ് വിമൻ 15 years, വി ഡോണ്ട് indulge in any crime, we are genuine people, trained people will come, they will escort you. അവിടെ ജാംതാരയിലെ മസഞ്ചർ ഡാം ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം കാണിക്കാൻ കൊണ്ടുപോകും. അതല്ലാതെ they are not available for the exploitation. He said, if you agree, yes, say yes. If you don't agree, say no. You say no. Why? So I want a girl of 15 years for staying with me. I will decide what to do with the girl. 15 വയസ്സുള്ള പെൺകുട്ടി വേണം, എന്താ ചെയ്യണം ഞാൻ തീരുമാനിക്കും. ഇതിന്റെ മെസ്സേജ് സംസാരിക്കുന്നില്ല. മെസ്സേജ് ഓക്കെ വി ഡോണ്ട് പ്രൊവൈഡ്, ബട്ട് വി ക്യാൻ പ്രൊവൈഡ് ഗേൾസ് ഓഫ് 19 years, ബട്ട് ഡോണ്ട് എക്സ്പ്ലോയിറ്റ്. ഒരു വേർഡിങ് മാറ്റി വരും. യു സെ നോ, 19 years നോട്ട് അക്സെപ്റ്റബിൾ, 15 years തന്നെ വേണം, ഞാൻ തീരുമാനിക്കുന്ന വേണമെന്നുള്ളത്. അപ്പോഴത്തേക്കും ഒരു ഫോൺ നമ്പർ വരും. നിങ്ങളെ ഇങ്ങനെ ആവശ്യമായിട്ട് ഫോൺ ഉണ്ടല്ലോ, അതിൽ ഒരാളിനെ കിട്ടും. 19 വയസ്സെന്നൊക്കെ പറയും, പക്ഷേ 15 വയസ്സ് തന്നെയാണ്. പക്ഷേ എമൗണ്ട് കൂടും. എന്താണ് 20,000 ആവും. 1 night 20,000 rupees. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് 2,000 ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. യു ഡെപ്പോസിറ്റ് 2,000 rupees ആൻഡ് യു ഗോ ടു ജാംതാര, യു വിൽ ഗെറ്റ് എ ഗേൾ. എങ്ങനെ കിട്ടണം ഈ പെൺകുട്ടി നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ദിസ് ഗേൾ ഇസ് നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാൻ NHRCക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് വേണ്ടി 2 വർഷം റിസർച്ചിനായിരുന്നു. നോട്ട് ആസ് എ പോലീസ് ഓഫീസർ. അവരെന്ന് വിളിച്ചിട്ട് ജസ്റ്റിസ് സുജാത മനോഹർ, ജസ്റ്റിസ് വർമ്മ പറഞ്ഞു, മിസ് നായർ യു കം ആൻഡ് ഡു ദ റിസർച്ച്. സോഷ്യോളജിയിൽ ഡിഗ്രി ഉള്ളതുകൊണ്ട് അവിടെ റിസർച്ചായിട്ട് ചെയ്തു. ഇന്ത്യയിൽ 629 പ്രോസിക്യൂട്ട് എന്ന് പറയുന്ന അവരെ ഇന്റർവ്യൂ ചെയ്തു. 629 രാജസ്ഥാനിലും ബീഹാറിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ആദ്യം പറയും, ചേച്ചി എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇങ്ങനെ തന്നെ വന്നത്. ഐ വാണ്ട് ടു ബി എ പ്രോസിക്യൂട്ട്. ഐ അടുത്ത ദിവസം പോയി വീണ്ടും പാന കൊടുത്തിട്ട്, ചേച്ചി എങ്ങനെയാ വന്നത്? അത് അങ്ങനെ തന്നെ വന്നത്. മൂന്നാം ദിവസം വീണ്ടും പോകും, ചേച്ചി എങ്ങനെയാ മനസ്സ് എങ്ങനെ വന്നത്? അവസാനം ചേച്ചി പറയുന്നത് 3-4 സംസാരിക്കാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ വന്നതല്ല, എന്നെ എടുത്ത് കൊണ്ട് ട്രാപ്പ് ചെയ്താണ്, എന്നെ എടുത്ത് ഫോഴ്സ് ചെയ്യാണ്, പ്രലോഭിപ്പിച്ചാണ്, കബളിപ്പിച്ചാണ്. 99.9 100% of the 629 people interviewed, 629 സോ കോൾഡ് പ്രോസിക്യൂട്ടർ ഇന്റർവ്യൂ സമയത്ത് ഇന്ത്യയിൽ എല്ലാം പാടമായിട്ട് അതിൽ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഐ വാണ്ട് ടു ബിക്കം എ പ്രോസിക്യൂട്ട്. ആരും nobody wanted to be a prostitute. No woman is a prostitute. No woman is a prostitute. It's a prostituted woman. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇറ്റ്സ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് വുമൻ. അത് വേശ്യയല്ല, അവർ വേശ്യ ആക്കുന്നതാണ്. നോ ചൈൽഡ് ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ്സ് എ പ്രോസ്റ്റിറ്റ്യൂട്ടഡ് ചൈൽഡ്. ഇന്ന് നമ്മുടെ ഈ എസ്കോർട്ട് സർവീസിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും ഉണ്ട്. ആ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. നമ്മൾ അറിയുന്നില്ല, നമ്മൾ പോകുന്നില്ല. വി ആർ ക്ലോസ്ഡ് ഐസ്. നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മുടെ സൈലൻസ് ആണ് അവരെ പ്രചോദനം കൊടുക്കുന്നത്. നമ്മുടെ സൈലൻസ് ആണ് അവർക്ക് പ്രചോദനം കൊടുക്കുന്നത്. ലെറ്റ്സ് ബ്രേക്ക് അവർ സൈലൻസ്. നമ്മൾ എല്ലാവരും, ഈവൻ ഇഫ് മേ ബി ഇൻ ട്രിവാൻഡ്രം, നെയ്യാറ്റിൻകര, സ്റ്റിൽ യു ഹാവ് ടു ബ്രേക്ക് അവർ സൈലൻസ്. നമ്മുടെ സൈലൻസ് ബ്രേക്ക് ചെയ്യാമെങ്കിൽ വി ക്യാൻ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട് അക്രോസ് ദ കൺട്രി, നോട്ട് ഓൺലി ഹിയർ, എവരിവെയർ. ഇനി ഡിമോളിഷ് ആയ വിക്ടിംസ്. ഈ വിക്ടിമിനെ ഇന്റർവ്യൂ ആണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ആണ്. എല്ലാം അവരെ ക്രിമിനൽ കൺഫൈൻമെന്റ്, എക്സ്പ്ലോയിറ്റേഷൻ, അത് ഇത് ബോണ്ടേജ് എല്ലാം ഉണ്ടാവും. ലോട്ട് ഓഫ് തിങ്സ് are there.
ബാസ്ക്കറ്റ് ഓഫ് ക്രൈംസ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ എല്ലാ ക്രൈംസിനെയും കൂടെ ചേർത്തുള്ള ഒരു ബാസ്ക്കറ്റാണ്. ഒരു 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 പിന്നെ മലക്കടയ്ക്ക് വയ്ക്കുന്ന എന്താണ് ബാസ്ക്കറ്റ്, കുട്ടയിൽ പിന്നെ ടൊമാറ്റോ ഉണ്ടാവാം, കത്തിരിക്ക ഉണ്ടാവാം, വെണ്ടരിക്ക ഉണ്ടാവും, എല്ലാം ഉണ്ടാവില്ല. ഒരു ബാസ്ക്കറ്റ് ഓഫ് വെജിറ്റബിൾസ്. അതേപോലെ ഒരു ബാസ്ക്കറ്റ് ഓഫ് ക്രൈമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. സിമ്പിൾ ക്രൈം അല്ല, ബാസ്ക്കറ്റ് ഓഫ് ക്രൈമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. വൾനറബിലിറ്റി ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ. വൾനറബിലിറ്റി ഫാക്ടേഴ്സ് നോക്കുക. എല്ലാവരും പാവർട്ടി എന്ന് പറയും. പാവർട്ടി അല്ല. 32 വയസ്സുള്ള കോട്ടയത്തെ സ്ത്രീ ട്രാഫിക്കിന് വിധേയമായെങ്കിൽ, എംടെക് പഠിച്ചിട്ടുള്ള തമിഴ്നാട്ടിലെ എഞ്ചിനീയർ ട്രാഫിക്കിന് വിധേയമായെങ്കിൽ അത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അല്ല. അതായത് മച്ച് മോർ ലാക്ക് ഓഫ് അവയർനെസ്, ഇഗ്നറൻസ് ഓഫ് റൈറ്റ്സ്, ഹൗ ടു ആക്സസ് യുവർ റൈറ്റ്സ്. ആക്സസ് റൈറ്റ്സ് ഇല്ലെങ്കിൽ ലാസ്റ്റ് ഡിസാസ്റ്റർ ഉണ്ടാവും. ഡിസാസ്റ്റർ നാഷണൽ ഡിസാസ്റ്ററിലെ പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായാലും ഇവിടെ വയനാട്ടിൽ പോയിരുന്നായിരുന്നു. വയനാട്ടിൽ ആ സമയത്ത് ഇഷ്ടംപോലെ ഡിസാസ്റ്ററിൽ ആളെ കബളിപ്പിക്കാൻ വേണ്ടി ആളെത്തും. പല നാട്ടിൽ നിന്ന് ആളെത്തും. മോളെ പണിയെടുക്കാം, പണിതരാം, ഈ പണിതരാം, ആ പണിതരാം. പറഞ്ഞില്ലേ, പല കൗൺസിലിംഗിൽ ആൾ വരും. ഈ കൗൺസിലിംഗിന് 90% കൗൺസിലിംഗ് ഫ്രോഡാണ്. അവരാളെ ട്രാപ്പ് ചെയ്ത് കൊണ്ടങ്ങ് പോകും. പറ്റിപ്പിക്കാൻ എന്തൊക്കെ വഴിയുണ്ടെന്നറിയോ? ഹൈദരാബാദിൽ ഹോമിയോ കോളേജിൽ ലേഡി പ്രിൻസിപ്പളാണ്. വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള PhD ഉള്ള ഹോമിയോപ്പതി പ്രിൻസിപ്പളാണ് അവരുടെ ഭർത്താവ് നടത്തുന്നുണ്ട്. അങ്ങനെ PhD എന്തെങ്കിലുമുണ്ട്. അവർ രണ്ടും കൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന വളരെ ഫേമസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ 8 കുട്ടികൾക്ക് കുമരകത്ത് പിന്നെ സൈൻസിങ് ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ ഒരു NGO അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു. വി ആർ ഡു കൗൺസിലിംഗ് ആൻഡ് സൈൻസിങ് ബ്ലാ ബ്ലാ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നു 8 പിള്ളേർ. അവിടെ എല്ലാം പറഞ്ഞു, മോളെ സെൽഫോൺ ഉണ്ടോ? ഇല്ല. മോളെ ഇല്ല. ആപ്പിൾ സെൽഫോൺ ലേറ്റസ്റ്റ് 16 ലേറ്റസ്റ്റ് മോഡൽ കിട്ടും. അവരെല്ലാം വാവ്, ആപ്പിൾ ഫോൺ, അത് എല്ലാ പിക്ചറും കിട്ടും. അത് 300-500 ഫ്രീ ഇംഗ്ലീഷ് പിക്ചർ കിട്ടും, ഇത്രയും ഹിന്ദി പിക്ചർ കിട്ടും, ഇത്ര തെലുങ്ക് പിക്ചർ കിട്ടും. അവർ വെരി ഹാപ്പി. വന്നുടനെ ആദ്യം സെൽഫോൺ കൊടുത്തു. ആദ്യം സെൽഫോൺ 8 സെൽഫോൺ കൊടുത്ത് പറഞ്ഞു, ഇതിന്റെ റിവാർഡായിട്ട് നമുക്കുണ്ട് ചെറിയ 2 കസ്റ്റമർ വരും രാത്രി. അവർ വന്ന് യു ലുക്ക് ആഫ്റ്റർ കസ്റ്റമർ, യെസ് ബി വിത്ത് ദം, യു വോണ്ട് ബിക്കം പ്രഗ്നന്റ്, ഡോണ്ട് വറി. രാത്രി 2 പേർ വന്ന് ഇവിടുത്തെ 1 മണിക്ക് 2 മണിക്കോ 2 മണിക്കോ ആ കുട്ടി കഴിക്കാൻ തുടങ്ങി. Naturally, they are made to like that. They are made to enjoy that. They are made to say that you accept that. അങ്ങനെ 8-10 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് പോലീസുകാരെ കൊണ്ടുപോയി. അപ്പോൾ പോലീസുകാർ തന്നെ പറഞ്ഞു വിടുക, അവരെ പറഞ്ഞു കൊണ്ടു പോയി. ഇത് മാധ്യമങ്ങളിൽ വന്നാൽ കേരളത്തിൻ്റെ പേര് മാനക്കേടാണ്, എന്നുള്ള ആ ധാരണയിലാണ് പറഞ്ഞുകൊണ്ട്. സാറേ, കേരളത്തിൻ്റെ പേരല്ല, ആ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് നടത്തുന്ന ആരും ചോദിക്കുന്നില്ല. ട്രൂത്ത് ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ട്. വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും കുട്ടികൾ ക്രാഷ് ചെയ്യുന്ന അവസരം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിമാൻഡ് ഫാക്ടറാണ് മെയിനായിട്ടുള്ളത്. വി ഹാവ് ടു സീ ദാറ്റ്. അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. ഹ്യൂമൻ ട്രാഫിക്കേഴ്സ് നെറ്റ്വർക്ക് നോക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും ഇതിനകത്ത് സ്പോട്ട് ചെയ്യുന്നവർ, റിക്രൂട്ട് ചെയ്യുന്നവർ. അപ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ആ സ്ത്രീയെ ലൊക്കേറ്റ് ചെയ്ത പുരുഷൻ അതേപോലെ എത്രയോ സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാമോ? അയാൾ ഒരുപക്ഷെ തിരുവനന്തപുരം സിറ്റി ഒന്നും ട്രാഫിക് നടത്തില്ല. കാരണം ഇവിടെ ആൾ വിവരമുണ്ടെന്ന് അറിയാം, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിവരമുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആളെ മനസ്സിലാക്കിയിട്ട് സ്പോട്ട് ചെയ്യുന്ന ആളുണ്ട്. ഇത് ടെക്നിക്കാണ് അവർ. പിന്നെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഇപ്പോൾ ISP ആയി, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായി, അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. ബട്ട് വി ആർ നോട്ട് ഓർഗനൈസ്. നമ്മുടെ സൈലൻസ് ആണ്. വി ആർ ബ്രേക്ക് ഓഫ് സൈലൻസ്. വലിയ പ്രോഫിറ്റാണ് കേട്ടോ, വലിയ പ്രോഫിറ്റാണ്. ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നു. ടെക്നോളജി വന്ന് ഇതിനെ പ്രോത്സാഹനവും പ്രചോദനം കൊടുത്തിരിക്കുകയാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, സെൽഫോണിൽ കൂടെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ സെൽഫോണിൻ്റെ ഉപകാരം ഉണ്ടറിയാം. ഈ മനുഷ്യ കച്ചവടം നിർത്താൻ വേണ്ടിയിട്ട് സെൽഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ, മനുഷ്യ കച്ചവടം അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ, ലേഡീസ് എക്സ്പ്ലോയിറ്റേഷൻ, വിമൻ എക്സ്പ്ലോയിറ്റേഷൻ, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മിസോറാമിൽ പോലീസ് കൺട്രോൾ റൂമിൽ ഒരു 25 വയസ്സുള്ള ലേഡി ഇൻസ്പെക്ടർ ഉണ്ട്, ലേഡി സബ് ഇൻസ്പെക്ടർ. മിസോറാമിൽ സ്മാർട്ടാണ്. അപ്പോൾ ആ ലേഡി ഇൻസ്പെക്ടർ അവിടെ ഇരിക്കുകയാണ്. അവരുടെ പരിപാടി മിസോറാമിനെ പറ്റിയുള്ള ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ അതിനെ വാച്ച് ചെയ്യും. സിമ്പിൾ. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അവർ പോയിക്കൊണ്ടിരിക്കും. രാവിലെ 8 വൈകിട്ട് 10 മണിക്ക് ഹൗസിംഗ് കയറി 6 മണിയുടെ മിസ്സിസ് ഈ ഇൻസ്പെക്ടർക്ക് ഇതേ പണിയുള്ളൂ, സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യും. ഒരു ദിവസം വാച്ച് ചെയ്ത സമയത്ത് അഡ്വർടൈസ്മെന്റ് ഗോവയിലുണ്ട്. ഗോവയിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു. മിസോയിലെ യങ്സ്റ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ എംപ്ലോയ്മെന്റ് ഇൻ എ ഹോട്ടൽ ഗോവ. ഗോവയിലെ ഹോട്ടലിന്റെ പേര് ക്ലാരിറ്റീസ് ഹോട്ടൽ.
ഗ്ലാഡിയസ് ഹോട്ടലിൽ മിസോല ആളുകൾക്ക് യൂത്തിന് എംപ്ലോയ്മെന്റ് വിളിച്ചിരിക്കുകയാണ്. പലതും അപ്ലൈ ചെയ്ത സമയത്ത് എല്ലാം അവരെ ഗ്രൂപ്പ് ചെയ്തു. ഞാനും അപ്ലൈ ചെയ്തു, അപ്ലൈ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നു, മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു. ആ 10 പേർക്ക് ഇന്റർവ്യൂ കോൾ, 15 പേർക്ക് ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ലിസ്റ്റ് വന്നു. ഈ കുട്ടി വാശിയാണ്, ഈ പോലീസ് ഓഫീസർ വാശിയാണ്. അപ്പോൾ ടെലിഫോണിൽ കൂടെ ഇന്റർവ്യൂ നടത്തി. അത് 9 പേരെ സെലക്ട് ചെയ്തു. ആ 9 പേരെ ഗോവയിൽ വിളിച്ചിരിക്കുകയാണ്. അവിടെ ട്രെയിൻ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അത് ന്യൂസിൽ വന്നു. അവിടെ ഹോട്ടലിൽ കൊണ്ടുപോയി ക്ലാഡിയൻസിൽ കൊണ്ടുപോയിട്ട് 2 ദിവസം ട്രെയിനിങ് കൊടുത്തു. അവിടെ ബ്രീഫിംഗ് അങ്ങോട്ട് ബിവറേജ് കാണിച്ചു, ഹോസ്പിറ്റാലിറ്റി കാണിച്ചു, സ്റ്റോറേജ് കാണിച്ചു, എല്ലാം എന്തൊക്കെ ചെയ്യാൻ ഡ്യൂട്ടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. ആളുകളെ ഭംഗിയായിട്ട് പറയാനുണ്ട്, സ്മാർട്ടായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ വെരി സ്മാർട്ട് ഗേൾ ആൻഡ് ബോയ്സ്. അതിൽ 6 പെൺപിള്ളേരും 3 ആൺപിള്ളേരുണ്ട്. 9 പേരിൽ 6 പെൺകുട്ടികളും 3 ആൺപിള്ളേരും. 3-ാം ദിവസം ഹോട്ടൽ മാനേജർ പറഞ്ഞു, അതിൽ നിങ്ങൾ 2 പേരും 2 പെൺപിള്ളേരും നിങ്ങളവർ പയ്യനും, നിങ്ങൾ 3 പേരും ഇന്ന് നാളെ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ വീട്ടിലാണ്. വീട്ടിലെന്താ ട്രെയിനിങ് ആണ്? യെസ്, വീട്ടിൽ ട്രെയിനിങ് അറിയണമല്ലോ, എൻ്റെ മെത്തേഡ് അറിയണമല്ലോ, ഇങ്ങനെ സെർവ് ചെയ്യേണ്ടതൊക്കെ അറിയണമല്ലോ. നാളെ ട്രെയിനിങ് വീട്ടിലാണ്. അപ്പോൾ അവർക്കെന്നെ സംശയം ഉണ്ടായി. ഇന്നലെ നെറ്റിലിട്ടു, നിങ്ങളെ 3 പേരുടെയും ട്രെയിൻ നാളെ നിങ്ങളുടെ 3 ട്രെയിനിങ് വീട്ടിലാണ് വിളിച്ചിരിക്കാൻ നിങ്ങൾ പോകുന്നത് പറഞ്ഞു. അവരകത്തോട്ട് പോയി. വീട്ടിൽ കയറുന്ന സമയത്ത് ഓണക്കാട് നിൽപ്പുണ്ട്. ആ പെണ്ണുങ്ങളെ പെൺകുട്ടി അകത്തോട്ട് വിളിച്ചിട്ട് ഇയാളെ ഡോഗം ബ്ലോക്ക് ചെയ്ത് മറ്റൊരു തോന്നി ഈ വെളിയിൽ വെള്ളം ഒഴിക്കാൻ വന്നു, ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ പോകും. നല്ല കാര്യത്തിന് അവനകത്ത് കയറ്റിയില്ല, വിളിയിരിക്കുകയാണ്. അയാൾ ഉടനെ മെസ്സേജ് ഇട്ടു, ഈ പെമ്പിളരെ അകത്ത് കയറ്റി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയ സമയത്തുണ്ട് ഈ ഒരു കുട്ടി ഒരു റൂമിലും മറ്റൊരു കുട്ടിയെ മറ്റു റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തെങ്കിലും സന്ധ്യോടെ സംഭവിക്കും, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. മെസ്സേജ് അയച്ചു. അവിടെ ഇൻസ്പെക്ടർ വാശിയാണ്. ഇൻസ്പെക്ടർ ഉടനെ ഫോൺ എടുത്തിട്ട് ആന്റി ഹ്യൂമൻ ട്രാഫിക് യൂണിറ്റ് ഉണ്ട് പോലീസിന്റെ ഗോവയിൽ. സാറേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ ആയതുകൊണ്ട് GPS ലൊക്കേഷൻ ഉണ്ട്. അവിടെ ആ വീടിനകത്ത് 2 കുട്ടികൾ ട്രാപ്ഡ് ആണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. പെട്ടെന്ന് പോലീസ് പോയി ആ കുട്ടികളെ റെസ്ക്യൂ ചെയ്തു. ഈവൻ ബിഫോർ ദേ വർ എക്സ്പ്ലോയിറ്റഡ് ദേ കുഡ് ബി റെസ്ക്യൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ബെനിഫിറ്റും ഉണ്ട്, ചെയ്യാൻ പറ്റും. നമ്മൾ വാശ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഇൻവോൾവ് ആകാമെങ്കിൽ യു ക്യാൻ ഓൾസോ ബി എ സേവിയർ. വെൽ, ഇതിൻ്റെ പുസ്തകമാണെന്ന് കാണിക്കുന്നുള്ളൂ. മിസ്സിംഗ് ചിൽഡ്രൻ. നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികളെ ഓരോ വർഷം മിസ്സിംഗ് തരാൻ പറ്റും? കുട്ടികൾ എത്രയാണ് മിസ്സിംഗ് ആകുന്നുണ്ട്, എത്ര തിരിച്ചു വരുന്നില്ല തരാൻ പറ്റും? മൊത്തം ആൾ ഇന്ത്യ എത്ര മിസ്സിംഗ് ഉണ്ട്, എത്ര മിസ്സിംഗ് ഇല്ലാന്നുള്ളത് ഉദ്ദേശം. എത്ര കുട്ടികൾ ആൾ ഇന്ത്യ കുട്ടികൾ 18 കുറഞ്ഞ ആളാണ് കുട്ടി പറയുന്നത്. എത്ര പേര് മിസ്സിംഗ് ആകുന്നുണ്ട്, എത്ര പേര് മിസ്സിംഗ് ആകുന്നുണ്ട് തിരിച്ചു കാണുന്നില്ല. ഒരു വർഷം 10,000 മിസ്സിംഗ് ആവുന്നുണ്ട്. ഓക്കെ, അതിൽ എത്ര വരുന്നില്ല, തിരിച്ചു വരുന്നില്ല. ഔട്ട് പറയുന്നത് ഒരു വർഷം 10,000 കുട്ടികൾ, ഒരു വർഷം കുട്ടികൾ 18 വയസ്സിൽ കുറഞ്ഞ ആണിനെ പെണ്ണിയാണ് കുട്ടി എന്ന് പറയുന്നത്. അത് മിസ്സിംഗ് ആവുന്നുണ്ട്. അതിൽ എത്ര പേരെ തിരിച്ചു വരുന്നില്ല? 6,000. അപ്പോൾ ഒരു വർഷം 10,000 ആണോ അതിൽ കൂടുതലാണ് മിസ്സിംഗ് ആകുന്നത്. ഒരു എക്സാമ്പിൾ മൊത്തം ആൾ ഇന്ത്യ വയ്ക്കാം. ഒരു 15,000 ഓക്കെ. ഇന്ത്യയിൽ ഇന്നത്തെ നിലവാരം അനുസരിച്ച് ഒരു വർഷം 85,000 കുട്ടികളെ മിസ്സിംഗ് ഉണ്ട്. 85,000 കേട്ടില്ല നമ്പർ. ഈ 85,000-ൽ 30,000 കുട്ടികളെ തിരിച്ചു വരുന്നില്ല. 85,000-ൽ 30,000 കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അതിൽ 1000 കുട്ടികളെ മരിച്ചാലും എന്തെങ്കിലും കാരണവശാലും മരിച്ചു പോയാലും മറ്റുള്ള കുട്ടികൾ എങ്ങോട്ട് പോയി? ആ കുട്ടികളെ അറേബ്യൻ കടലിലോ വേറെ ബംഗാളിലോ പോയിട്ടില്ല, വേറെ ആ കുട്ടികളാണ് ഇന്ന് ഭിക്ഷയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. വെല്ലൂരിൽ ടാനറി ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ പോകുന്നില്ല, നാട്ടുമടിക്കും. അവിടെ കുട്ടികളുണ്ട്. ഔറംഗാബാദിൽ മഹാരാഷ്ട്രയില് സ്ലോട്ടർ ഹൗസില് കശാപ്പ് ശാലയിൽ, വലിയ കശാപ്പ് ശാലയാണ്. ഒരു ദിവസം 3-4 ട്രക്കാണ് മീറ്റ് അവിടെ വെളിയിൽ പോകുന്നത്. 3-4 ട്രക്ക് റോഡാണ് ഔറംഗാബാദിൽ വെളിയിൽ പോകുന്നത്. കാരണം അവിടെ വലിയ കമ്പനിയും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്, പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് അതൊക്കെ ഉണ്ട്. അവിടെ ഡിമാൻഡുണ്ട്. 3-4 ട്രക്ക് ലോഡ് മീറ്റ് പോകുന്നെങ്കിൽ അകത്ത് മീറ്റ് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ ആൾ ആവശ്യമുണ്ട്. അവിടെ ഞാൻ പോയ സമയത്ത് 150 പിള്ളേരടിക്കാൻ 150 കുട്ടികൾ ഇൻഡസ്ട്രി ക്ലീൻ ചെയ്യാൻ വേണ്ടി. കാരണം അവിടെ പുരുഷൻ പോകത്തില്ല, മനുഷ്യൻ പോകില്ല. ഭയങ്കര നാട്ടമാണ്. നാട്ടം അടിക്കുന്ന സ്ഥലത്ത്, മനുഷ്യൻ പോകാത്ത സ്ഥലത്ത് കുട്ടികൾ ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കുട്ടികൾ അവിടേക്കാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളെ പോലെ ആളുകൾ മീറ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂ. മീറ്റ് പോയാൽ എന്ത് സംഭവിക്കുന്നു ആലോചിക്കുന്നില്ല. നമ്മുടെ ഓർണമെന്റ്സ് ക്ലീൻ ആണെങ്കിൽ ആര് ക്ലീൻ ചെയ്യുന്നു ആലോചിക്കുന്നില്ല, ഇല്ലേ? അപ്പോൾ ഇതാണ് ആവശ്യം, ഇതാണ് ആവശ്യം. അപ്പോൾ ഇങ്ങനെ മിസ്സിംഗ് ഉള്ളതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി റീസെന്റ് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ഉണ്ടായി. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റഡിയാണ്. എന്താ പറയുക, നമ്മുടെ നെറ്റിൽ പോകണമെങ്കിൽ
ഞാൻ താമസിക്കുന്നത് മദ്രാസാണ്. മദ്രാസ്. മോളുടെ പേരെന്താ? പത്മപ്രിയയുടെ റൂം വന്നിട്ട് പത്മപ്രിയയുടെ കമ്പ്യൂട്ടർ കൊടുത്ത് ലാപ്ടോപ്പ് എടുത്തു. ലാപ്ടോപ്പിൽ ഞാൻ പോയി എൻ്റെ വെബ്സൈറ്റിൽ പോയി, അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി പോയി, ഞാനൊരു അനാവശ്യമായ ഫോണോഗ്രാഫി എന്തെങ്കിലും ഞാൻ വേറെ അയച്ചു കൊടുത്തു. എൻ്റെ കമ്പ്യൂട്ടറല്ല, പത്മപ്രിയയുടെ കമ്പ്യൂട്ടർ ഞാൻ വന്നു, എൻ്റെ മെയിൽ ഐ ഡി പോയി, അവിടുന്ന് അനാവശ്യമായ ഫോണോഗ്രാഫി ഫിലിം ഞാൻ വേറെ അയച്ചു കൊടുത്തു. മംഗോളിയയിൽ എടുത്ത് അയച്ചു കൊടുത്തു. ഇരിക്കണം, ഞാൻ കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്തു, അതിൽ നിന്നെല്ലാം എറേസ് ചെയ്തു, ഞാനത് പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ ആരോ ട്രാക്ക് ചെയ്ത് മംഗോളിയയിൽ ഇങ്ങനെ മെയിൽ ഫോട്ടോഗ്രാഫ് വന്നതായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് ആ കിട്ടറിൽ ട്രാക്ക് ചെയ്യാമെങ്കിൽ ആ ആളിന് ട്രാക്ക് ചെയ്ത് വരാൻ പറ്റും ഇവിടെ പത്മപ്രിയയുടെ കമ്പ്യൂട്ടർ. കാരണം ആ ഇലക്ട്രോണിക് ട്രേസ് എന്ന് പറയുന്നത് ലൈവാണ്. അത് ഞാൻ പറ്റും. വെരി ഇൻട്രസ്റ്റിംഗ്. ഇലക്ട്രോണിക് ട്രാക്ക് എന്ന് പറയുന്നത് ഓൾവേസ് ലൈവ്. അത് ഡിമോളിഷ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ക്രിമിനൽസ് ഇലക്ട്രോണിക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ്, 1 വർഷം മുമ്പ്, ഇന്ത്യയിൽ നിന്ന് ഇന്റർനെറ്റിൽ എത്ര ആളുകളാണ് ചൈൽഡ് പോണോഗ്രാഫി നോക്കാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന ആളൊക്കെ ട്രെയിനുണ്ട് അവിടെ. എത്ര ആളാണ് ചൈൽഡ് പോണോഗ്രാഫി മീൻസ് അണ്ടർ 18 ചൈൽഡ് പോണോഗ്രാഫി നോക്കാൻ വേണ്ടി എത്ര പേര് ഇന്റർനെറ്റിൽ പോകുന്നുണ്ട് ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ അതിന് ഡേറ്റ കിട്ടി. അത് 100 സിറ്റീസാണ്. 100 സിറ്റീസ്, ഓൺലി 100 സിറ്റി, ബാക്കിയില്ല. 100 സിറ്റീസിൽ നിന്ന് എത്ര പേര് പോയിട്ടുണ്ട്, ലൊക്കേഷൻ വെച്ചെടുത്തത്. ആ ലൊക്കേഷനിൽ എടുത്ത സമയത്ത് 100 സിറ്റിയിൽ നിന്ന് ഇന്റർനെറ്റിൽ എത്ര പേര് 1 മാസം 2 മാസം പോയി ചൈൽഡ് ഫോട്ടോഗ്രാഫി നോക്കാൻ വേണ്ടി. ഇവിടെ അപ്രോക്സിമേറ്റ് എത്ര പേര് പോയി കാണുന്നു? കണ്ടോ? 5 ലക്ഷം, 50 ലക്ഷം, അതുകൊണ്ടല്ലേ 5 മില്യൺ. അപ്പൊ 50 ലക്ഷം പേര് ചൈൽഡ് ഫോട്ടോഗ്രാഫി കാണാൻ വേണ്ടി വിളിക്കുക. ആരാണ് 50 ലക്ഷം പേര്? എവിടുന്നാരത്? നമ്മുടെ ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളായിരിക്കാം. അപ്പൊ ഇമാജിൻ ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ. വെളിയിൽ കാണുന്നില്ല. നമുക്ക് ആള് മനസ്സിലെ പോകണം. സി ദിസ് എ പ്രോബ്ലം. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ ഉണ്ട് ഇത് ഇന്റർനെറ്റിൽ ഇങ്ങനെ ചൈൽഡ് ഫോട്ടോഗ്രാഫി പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ചൈൽഡ് ഫോട്ടോഗ്രാഫി വലിയ ഡിമാൻഡാണ്, പ്രൊഡക്ഷൻ ഉണ്ട്, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെയാണ്. അപ്പൊ നമുക്ക് ആ ഡിമാൻഡ് കൺട്രോളിന് വേണ്ടിയിട്ട് നടത്താമെങ്കിൽ വലിയ പരിപാടി, വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതൊരു എക്സാമ്പിളാണ്. കേരള പോലീസ് അവരെ ട്രാക്ക് ചെയ്തു. ഇൻഫർമേഷൻ അനുസരിച്ച് 596 ലൊക്കേഷൻ ഒരു ഞായറാഴ്ച പോയി റെയ്ഡ് ചെയ്തു കേരള പോലീസ് സൈബർ ഡോം. 41 എഞ്ചിനീയർമാരെ അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ ജയിലിലുണ്ട്. അവർ കാണുന്നത് 15 വയസ്സുള്ള കുട്ടികളുടെ ഫോട്ടോഗ്രാഫി കാണുന്നത്. 6 വയസ്സുള്ള കുട്ടിയുടെ ഫോട്ടോഗ്രാഫി. ഇമാജിൻ ദാറ്റ് ഫെലോ മസ്റ്റ് ബി റിയലി മസ്റ്റ് ബി എ മാറ്റർ. അപ്പോൾ അത്തരം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ആൾ പോകുന്നുണ്ടെങ്കിൽ ഈ മസ്റ്റ് ബി റിയലി ഡിസീസ്, ഒരു അസുഖമാണ്, ഡിസീസ്. ഇപ്പോൾ ഡിസീസാണിത്. Even trafficking in a mind or is a disease. So this means so many children are being exploited. Kerala is the example. Now, if you want to watch a film, Amitabh Bachchan, Preeti Zinta, John Abraham film, you can watch that. Now, response is generally people are silent. Police are funny, lack of compassion. Are we duty bound? Now, teacher. അല്ലേ? മനുഷ്യ നിർത്താൻ വേണ്ടിയിട്ട് പോലീസിന് ഡ്യൂട്ടി ഉണ്ട്, പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, ജഡ്ജിക്ക് ഉത്തരവാദിത്തമുണ്ട്, പ്രോസിക്യൂട്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്, അതിൽ പിന്നെ ഗവൺമെന്റ് ഓഫീസിന് ഉത്തരവാദിത്തമുണ്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ മാഡം ഒരു പോസ്റ്ററാണ്, സിവിലിയനാണ്. മാഡത്തിന് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? മനുഷ്യ കച്ചവടം നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ട്? ആരും ഇങ്ങനെ എന്ത് ഉത്തരവാദിത്തം? നൈതികമാണോ അല്ല നൈതികമാണോ അതോ ലീഗലാണോ എന്ന് ചോദിക്കാം. നോവൽ ലീഗൽ ഓവർ നോവൽ എനി ഡ്യൂട്ടി പാർട്ടി ഉണ്ടോ? അല്ല എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാം. Teachers or professors, they know more about the students. If students are suffering or or something, maybe some people they might be, they might need help. Okay. Teachers can identify that. And what we can do is something. My question is, are you liable or not? Are you legally responsible? Yeah, we are legally responsible. What? Because we are adults and. That means novel.
താങ്ക് യു സോ മച്ച്. യു ട്രൈ യുവർ ബെസ്റ്റ്. റൈറ്റുണ്ട്, റൈറ്റ് സ്പോർട്സ് ഏജൻസിയാണ്. Very interesting point. I'm very happy you thought about this. ഇതിന്റെ ആൻസർ വെരി സിമ്പിൾ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ആരാണ്? ഡോക്ടർ അംബേദ്കർ ടീം അല്ലേ? ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് മനുഷ്യ കച്ചവടമുണ്ട്, മാദക വസ്തുക്കൾ കച്ചവടമുണ്ട്, ആയുധങ്ങൾ കച്ചവടമുണ്ട്, ആംസ് ട്രാഫിക്കിംഗ്, ഡ്രഗ് ട്രാഫിക്കിംഗ് ആൻഡ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മൂന്നുണ്ടായിരുന്നു. ഇന്നുണ്ട്, ഇന്നും ഇന്റർനാഷണൽ ആയിട്ട് 3 ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഡ്രഗ് ട്രാഫിക്കിംഗ്, ആംസ് ട്രാഫിക്കിംഗ്. അപ്പോൾ അദ്ദേഹം ഡോക്ടർ അംബേദ്കർ മിഷണറി ആയതുകൊണ്ട് അദ്ദേഹം നിയമം ഉണ്ടാക്കിയ സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ഈ ആംസ് ട്രാഫിക്കിംഗ്, ഡ്രഗ് ട്രാഫിക്കിംഗ് അദ്ദേഹം പറഞ്ഞത് ലീഗലായിട്ട് ഡീൽ ചെയ്യാം, ലീഗലായിട്ട്. മനുഷ്യ കച്ചവടത്തിനെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോകണം. മനുഷ്യ കച്ചവടത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 23 says human trafficking in every form is prohibited. Human trafficking in every form is prohibited. Human trafficking every form is prohibited. എല്ലാ വിധത്തിലുള്ള മനുഷ്യ കച്ചവടം പ്രതിബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 23 of the Constitution. Constitution ഫസ്റ്റ് ലൈൻ എന്താ പറയുന്നത്? പ്രിയാമ്പയുടെ ഫസ്റ്റ് ലൈൻ We the people of India give to ourselves. നമുക്ക് കൊടുത്ത മാൻഡേറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ, നമുക്ക് കൊടുത്ത മാൻഡേറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നമ്മൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് മനുഷ്യ കച്ചവടം പ്രതിബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ if I am a woman of 22 years or a child of 12 years, I have a constitutional right not to be trafficked. Constitutional right not to be trafficked. എൻ്റെ അയൽവാസി ഒരു ബസ് കണ്ടക്ടർ ആകാം, ഒരു സ്റ്റുഡൻ്റ് ആകാം, ഒരു പ്രൊഫസർ ആകാം, ഒരു പോലീസുകാരനാകാം, ആരുമാകാം, അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് that I should not be trafficked. അതുകൊണ്ട് നമ്മളെല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ അതനുസരിച്ച് we are all duty holders under constitution. മനുഷ്യ കച്ചവടം നിർത്താൻ വേണ്ടി, അതിലേക്ക് വേണ്ടി നമ്മളെല്ലാവരും ഡ്യൂട്ടി ഹോൾഡേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ പരിപാടി മനസ്സിലാക്കണം. എൻ്റെ മിഷൻ്റെ 100% 50% സക്സസ് ആയി ഇത് മനസ്സിലാക്കിയെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മളെല്ലാവരും ഡ്യൂട്ടി ഹോൾഡേഴ്സ് ആണ്, നോട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താ മലയാളത്തിൽ പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡർ അല്ല, ഡ്യൂട്ടി ഹോൾഡറാണ്. സൈക്കോളജി കോഴ്സ് ആകാൻ പറയാൻ പറ്റുന്നത് എക്സ്പെർട്ട് ഡിഗ്രി കാണുന്ന ശരി. സ്റ്റേക്ക് ഹോൾഡർ, ഡ്യൂട്ടി ഹോൾഡർ. ഐ സീ യു ക്വൈറ്റ് ഓഫൻ ടി വി ആൻഡ് യു സ്പീക്ക് സോ വെൽ. വെരി ഗുഡ്. സ്റ്റേക്ക് ഹോൾഡർ അല്ല, ഡ്യൂട്ടി ഹോൾഡറാണ്. ഇങ്ങനെ മലയാളത്തിൽ പറയാൻ പറ്റും. We are not simply stakeholders, we are duty holders under the Constitution. Okay? You understood the point? No? We are not simply stakeholders, we are duty holders. We have a duty under the Constitution of India to ensure that nobody is trafficked. Very important. അതിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ആവശ്യം. പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, പ്രോസിക്യൂഷൻ. അവരുടെ ഇൻക്ലൂസീവ് ലോ ഉണ്ട്, നിയമമൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ടൈം ലോ പഠിക്കണമെങ്കിൽ കമൻ ടേക്ക് ക്ലാസ് വൈ ഫ്രീ ഓഫ് കോസ്റ്റ്, നോ പ്രോബ്ലം അബൌട്ട് ദാറ്റ്. ഇൻട്രസ്റ്റിംഗ് ലോസ് ആർ ദെയർ, സ്പെഷ്യൽ ലെജിസ്ലേഷൻസ് ആർ ദെയർ. ബേസിക് ലോ നമുക്ക് അറിയണം, അറിയേണ്ട ആവശ്യമുണ്ട്. I don't want to go to law now because I'll teach you some other time. Victims indication is very important ആണ്. Observation very important. Victim ഐഡന്റിഫൈ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടില്ല victim of trafficking എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ കണ്ടാലേ മനസ്സിലാക്കണം. അപ്പോൾ കണ്ട് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകണം. വിക്ടിമിനല്ല, നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കാര്യം നടക്കാൻ പറ്റും. ഒബ്സർവിംഗ് ദ ഇൻഡിക്കേറ്റേഴ്സ്, ഒബ്സർവിംഗ് ആൻഡ് റെസ്പോണ്ടിംഗ്. എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഇസ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ മീൻസ് വാട്ട്? നിരീക്ഷണം ട്രാൻസ്ലേഷൻ ആയി. ഇത് എക്സ്പ്ലനേഷൻ പറയാം. ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ്, ഇപ്പോൾ ഏതെങ്കിലും കടകളിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയം കാണുന്നത് മാത്രമല്ല, ശ്രദ്ധിക്കാനുള്ള വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ് വേണ്ടത്? കാണണം, കേൾക്കണം, കോഗ്നിറ്റീവ് ഫാക്കൽറ്റി വേണം, എല്ലാം വേണം. അതെല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ ഉണ്ടോ? ഒബ്സർവേഷൻ അങ്ങനെയാണോ? വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്, ടീച്ചേഴ്സിന് ആവശ്യമാണ്, അല്ലാത്തവർക്ക് ആവശ്യമാണ്. അപ്പോൾ ട്രാഫിക് വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അതിൽ ഒബ്സർവേഷൻ ആവശ്യമാണ്. ഞാൻ ചെറിയ എക്സാമ്പിൾ നടത്താൻ പോകണം. ചെറിയ എക്സാമ്പിൾ നടത്തട്ടെ. സ്മോൾ എക്സാമ്പിൾ, ഇവിടെ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. എല്ലാത്തിനും കാണാനല്ലേ? കാണാമല്ലോ. ഞാൻ പറയുന്നത് ചെയ്യാം. പ്ലീസ് ഡു ആസ് ഐ സേ. എല്ലാം കാണാമല്ലോ എല്ലാവരും. ഞാൻ പറയുന്നത് ചെയ്യാം. എല്ലാവരും പ്ലീസ് ഡു ആസ് ഐ സേ. ഇവിടെ കാണാമല്ലേ? ഞാൻ പറയുന്നത് ചെയ്യാം. പ്ലീസ് ഡു ആസ് ഐ സേ. ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ് അപ്പ്. ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ് അപ്പ്.
Take a right hand up. Make a hold of the right hand. Make a hold of the right hand. Move your right hand. Move your right hand. Move your right hand. Move your right hand. Keep moving your right hand. Take your left hand up. Please do as I say. Take your left hand up. Make a hold of the left hand. Move your both hands. Move your both hands. Drop your left hand. Drop your left hand. Keep your right hand on your chin. On your chin, Baba. Chin. Chin. Not cheeks. Everyone got cheeks is here. On your chin. Why are you keeping on your cheeks? Huh? Why? Why? You only heard. You only heard. I told you 7 times. Do as I say. അപ്പോഴത്തെ ആലോചിക്കുന്നത് എന്തിനായി ഞാൻ പറയുന്നത് 3 പ്രാവശ്യം 7 പ്രാവശ്യം നമ്മളെ വിവരമുള്ള ആളാണ്. So he is trying to that itself you are taught. Why is he repeating same thing? Do as I say. Do as I say. Something else is there. Number 2, when I said keep on your chin, you are only seeing me. അപ്പോൾ തെറ്റിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞു can you see? അത് തെറ്റിക്കാൻ. അപ്പം ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ മാധ്യമങ്ങളൊക്കെ വെണ്ടയ്ക്കോളം എഴുതും. You have to go our own way. ഇൻഡിപെൻഡൻ്റ് തീരുമാനമെടുക്കണം. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു തുമ്പയിലെ ചാരവൃത്തി കേസ് IS നമ്പിനാരായൺ കേസ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് വന്നത്. ആ കേസ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് സമയത്ത് അന്നുണ്ടായ കഷ്ടപ്പാടാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ പത്രങ്ങളും എഴുതി ചാരന്മാരാണ്. രമൺ ശ്രീനിവാസയുടെ മകനും മകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. 1 വർഷം 1.5 വർഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഇന്ന് കോവിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ ആൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ കോളേജിൽ പോകാൻ പറ്റിയില്ല. ചാരൻ്റെ മക്കളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചാരവൃത്തി ഒന്നുമില്ല, കള്ളമാണ്. അപ്പോൾ ആദ്യം കേരളത്തിലെ പത്രങ്ങളൊക്കെ എന്നെ ചിത്തയാക്കി. എവർ നെയ്യാറ്റിക്കടുത്ത PM നാരായണൻ IPS ആണ്. എവനെ രമൺ ശ്രീനിവാസമായിട്ട് പൊളിറ്റിക്സുള്ളതുകൊണ്ട് എവനാ കേസ് ഇല്ലാക്കി കാണിച്ചു. പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാ പോളിറ്റീഷ്യന്മാരും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒക്കെ അഗൻസ്റ്റായി. അവരൊക്കെ എനിക്ക് അഗൻസ്റ്റായി. നേതാക്കന്മാർ അഗൻസ്റ്റായി. പിന്നെ മാധ്യമങ്ങൾ അഗൻസ്റ്റായി. പബ്ലിക് അഗൻസ്റ്റായി. ഞാൻ ഇവിടുത്തെ ആളാണ്. എല്ലാവരും എനിക്ക് അഗൻസ്റ്റായി. പോലീസ് അഗൻസ്റ്റായി. ഇന്റലിജൻസ് ബ്യൂറോ അഗൻസ്റ്റായി. അവസാനം കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ വന്നു. ഈ രമൺ ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്യണം. അതിലേക്ക് വേണ്ടിയിട്ട് CBIക്ക് ഡയറക്ഷൻ കൊടുക്കാം. ഞാൻ CBIയുടെ DG ആണ്. ഞാൻ ആ ടീമിന് ഇൻവെസ്റ്റിഗേറ്റ് നമ്പിനാരായണനൊക്കെ അറസ്റ്റ് വെച്ചിരിക്കുക. നമ്പിനാരായണൻ, ശശികുമാരൻ, ഫൗസിയാസൻ, മരിയം റഷീദ, ശശി, ചന്ദ്രശേഖരൻ, ശർമ്മ, ഇത്രയും പേരെ കേരള പോലീസ് അറസ്റ്റ് വെച്ചിരിക്കുകയാണ്. അടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടത് രമൺ ശ്രീനിവാസ്. ഇവനെ അറസ്റ്റ് ചെയ്യണം എന്നൊരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതി മേഡം എൻ്റെ റിപ്ലൈ ഫയൽ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്, ഇപ്പോൾ എവിഡൻസ് വന്നിട്ടില്ല. എവിഡൻസ് വരാണെങ്കിൽ അതനുസരിച്ച് ചെയ്യും. അറസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് I have to decide. Who is court to tell me? I have to decide. അപ്പോൾ ഹൈക്കോടതി was very furious. ഹൈക്കോടതി പറഞ്ഞു ഡയറക്റ്റ് CBI ഷാൽ ഫയൽ അവിടെ നിങ്ങൾ വീണ്ടും ഫയൽ അവിടെ ഫയൽ ചെയ്തു. ഹൈക്കോടതി ഒത്തിരി മനഹാരപ്പെടുത്തി. ഹൈക്കോടതി നിങ്ങൾ പണി ചെയ്യുന്നില്ല എങ്കിൽ ഈ കേസ് ഇന്റർപോളിനെ കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കും. കാരണം ഹൈക്കോടതി പറഞ്ഞു ഈ കേസ് ഇന്റർപോളിനെ കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കും എന്ന് ഒത്തിരിയൊക്കെ അനാവശ്യമായി പറഞ്ഞു. ഇന്റർപോൾ ഇൻവെസ്റ്റിഗേഷൻ അധികാരം ഇല്ലെന്ന് ഹൈക്കോടതി അറിയില്ലായിരുന്നു. ഞാനൊക്കെ പറഞ്ഞു. അവസാനം ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു നിർത്തിയില്ല. ഞങ്ങളെ റിപ്പോർട്ട് കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓൺ പ്രോപ്പർ ലൈൻസ്. അവസാനം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് ഇത്രയും ഹൈക്കോടതിന്റെ ഓർഡർ അഗൻസ്റ്റ് ആയി. ഹൈക്കോടതിന്റെ ഓർഡർ അനാവശ്യമായിട്ട് നമുക്ക് അഗൻസ്റ്റ് ആയി. ഞങ്ങളുടെ ക്യാരക്ടർ അസോസിയേറ്റ് ചെയ്തു. ഇവർ മാൾഡീവ് വിമനുമായിട്ട് എന്തോ ഒത്തുകളിയുണ്ട്. മാൾഡീവ് വിമൻ എന്ന് പറയുന്നത് അവരെ സ്ത്രീയുടെ ക്യാരക്ടേഴ്സ് ഇല്ലാത്ത ആളാണ് എന്നൊക്കെ ചോദിച്ചു ഹൈക്കോടതി. അവസാനം ഞാനങ്ങോട്ട് ആ പാട് കഷ്ടപ്പെട്ടു പോയി. കാരണം പോലീസ് അഗൻസ്റ്റ്, ഇന്റലിജൻസ് ബ്യൂറോ അഗൻസ്റ്റ്, പത്രങ്ങൾ അഗൻസ്റ്റ്, മാധ്യമങ്ങൾ അഗൻസ്റ്റ്, പൊളിറ്റീഷ്യൻ അഗൻസ്റ്റ്, പബ്ലിക് അഗൻസ്റ്റ്, ഹൈക്കോടതി അഗൻസ്റ്റ്. എങ്ങോട്ട് പോകണം? സുപ്രീം കോടതിയിൽ പോയി. 1.5 വർഷം സുപ്രീം കോടതി കഴിഞ്ഞ് പറഞ്ഞു all endeavors and insinuation by the Kerala High Court are hereby expunged. We appreciate the CBI for bringing unvarnished truth. We commend the CBI for bringing unvarnished truth. Kerala police arrest എല്ലാ 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ ടോക്കൺ കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. അന്നാ ശാന്തി ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല. ഗ്രൗണ്ടിലല്ല കാലെങ്കിൽ കാറ്റ് പറന്നു പോയി. കാല് ധരിക്കാൻ ഗ്രൗണ്ടിലാണ്. നമ്മൾ എത്ര മുകളിൽ പോയാലും നിങ്ങൾക്ക് താഴെ വരേണ്ട. കാല് ഗ്രൗണ്ടിലായി. ഗ്രൗണ്ട് വെൽ ഫീറ്റ് ചെയ്താണ് ഗ്രൗണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് വരും, ഹൈക്കോടതി ഉണ്ടായിട്ട് വരും. വീൽ ഫോളോ ദ ട്രൂത്ത്. നിയമത്തിന് ട്രൂത്തിനകത്ത് വീൽ ഗോ ഫോർ കം വാട്ട് മേ റൈറ്റ് പാത്ത് ഇസ് എ ട്രൂത്ത് പാത്ത്. മെനി പീപ്പിൾ കനോട്ട് വിസ്റ്റാൻഡ് ദാറ്റ്. മെനി പീപ്പിൾ നോട്ട് ഏബിൾ ടു വിസ്റ്റാൻഡ്. കാരണം ഇന്റേണൽ കപ്പാസിറ്റിയാണ് ആവശ്യം. വാട്ട് ഈസ് റിക്വയർഡ് ഈസ് കപ്പാസിറ്റി വിത്തിൻ. ആരും കപ്പാസിറ്റി നമ്മുടെ ഹൈക്കോടതി സ്വിച്ച് പാസ് ചെയ്ത സമയത്ത് എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് കൊടുത്തിട്ടില്ല. നോബഡി വാസ് ദേർ. സുപ്രീം കോടതി പോയ സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരാളുണ്ടായിരുന്നു. സുപ്രീം കോടതി സമയത്ത് സുപ്രീം കോടതി ആരും അറിയാറില്ല. കാരണം സ്ട്രക്ചർ പാസ് ചെയ്ത് എൻ്റെ അഗൻസ്റ്റ് ഇല്ല. അപ്പം ഈ ലെറ്റിൻ്റെയൊക്കെ ഉള്ള കാരണമാണ്.
അതുകൊണ്ട് അവസരത്തിൽ നമുക്ക് ആൾ കിട്ടുന്നില്ല. പക്ഷേ ഇഫ് യു ആർ വെൽ ഗ്രൗണ്ടഡ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഞാൻ ഈ പറഞ്ഞത് ഒബ്സർവേഷൻ ടെക്നിക്കിൽ ഒബ്സർവേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ സ്റ്റുഡൻറ്റ് ഓൾസോ, ആസ് എ ടീച്ചർ ഓൾസോ. സോ പ്ലീസ് ലേൺ ദിസ് ടെക്നിക്ക് ഒബ്സർവേഷൻ. ഞാൻ സംസാരിക്കുന്ന കുട്ടി വിക്ടിം സംസാരിക്കുമ്പോഴൊന്നും വരുന്നില്ല, നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ വരുന്നില്ല. സാധാരണ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു, യു ആർ ലിസണിംഗ് ടു മീ, അല്ലേ? യു ആർ ഹിയറിംഗ് മീ ഓർ ലിസണിംഗ് ടു മീ? യു ആർ ലിസണിംഗ് ടു മീ. ആം ഐ ലിസണിംഗ് ടു യു? Am I listening to you? Yes. Yes, I am listening. Each one. എൻ്റെ കണ്ണ് എല്ലാവരുടെയും പോകുന്നുണ്ട്. I am observing each one of you. That means I am also watching you and I am listening to you also. മാഡം തലയാടുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നത് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. I can understand that. That's what it is. That is communication. Now, ഞാൻ ഈ സംസാരിക്കുന്നതിൽ, ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എത്ര % ആണ് വാക്കുകൾ വരുന്നത്, എത്ര % ആണ് അല്ലാതെ വരുന്നത്? ഞാൻ എന്നോട് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയും. അതെ, what percentage is verbal and what percentage is non-verbal? 35% is verbal. സംസാരിക്കുന്നതിൽ 35% മാത്രമേ വെർബൽ ഉള്ളൂ. ബാക്കി 65% കൈ കാണിക്കുന്നത്, ശബ്ദം കൂട്ടുന്നത്, അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് പോകുന്നത്, കണ്ണു പോകുന്നത്, all this body movements and gestures etc. that is non-verbal. ഈ വ്യക്തിമായ കുട്ടിയെ ആ കുട്ടി സംസാരിക്കുന്നില്ല, ആ 35% പോലും ഇല്ല, അതുമില്ല. Then how do you communicate with the person? That's the beauty of observation. That's the beauty of listening to a child. Listening when the person is not talking. Listening when the person is not talking. You have to communicate with the person, then the child start talking. അത് നിങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചൈൽഡ് ലൈൻ ഒരു കുട്ടിയെ റെസ്ക്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ, അവർ they will do their own way. പക്ഷേ കുട്ടിയൊന്നും പറയുന്നില്ല. 3 of you, 5 of you go and sit with the child. മോളെ ഇരിക്കും, ബൈട്ടോ ഹിന്ദിയാണ് പറയുന്നത്, സംസാരിച്ച് പറഞ്ഞ് ക്രമേണ കുട്ടിയെല്ലാം പറയും. ഷീൽ സ്റ്റാർട്ട് സ്പീക്കിംഗ്. കോൺഫിഡൻസ് വരുന്ന സമയത്ത് ക്രമേണ പറയാൻ പറ്റും. അങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂഷൻ മെത്തേഡ്. ക്രൈം രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ ആകാം, ലോ ഇഷ്ടംപോലുണ്ട്, SDM-നും DM-നും ഇഷ്ടംപോലെ പവറുണ്ട്, NGOസിന് പവറുണ്ട്. ഇന്ത്യയിലെ നിയമത്തിൽ NGOസിന് ലീഗലി പവേഴ്സ് ഉണ്ട്. പ്രിവെൻഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. എംപവേർഡ് പേഴ്സൺസ് ഡു നോട്ട് ഫോൾ വിക്ടിംസ്, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എംപവേർഡ്, എഡ്യൂക്കേറ്റഡ് ആയിട്ട് കാര്യമില്ല, എംപവേർഡ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേറ്റഡ് വേഴ്സസ് എംപവേർഡ്. നമുക്കതിൻ്റെ സ്നോബോളിംഗ് എഫക്റ്റ് ഉണ്ടാകും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു ചെറിയ ചെറിയ ഇഷ്യൂസിനാണ് ആദ്യം ബ്രോക്കൺ വിൻഡോ തിയറി എന്ന് പറയുന്നത്. അഡ്രസ്സിംഗ് ഇഷ്യൂസ്, അതായത് സ്മോൾ ഇഷ്യൂസ്, വലിയ ഇഷ്യൂസിനെ പകരം ചെറിയ ഇഷ്യൂ അറിയാമെങ്കിൽ, ഫോണോഗ്രാഫി വാച്ച് ചെയ്യുന്നത് അത് നിർത്താമെങ്കിൽ ഈ കാസേഡിങ് ഇഫക്റ്റ്, ഫോണോഗ്രാഫി ഉണ്ടാക്കുന്ന പരിപാടി നിർത്തും. അങ്ങനെ ഇമ്പാക്ട് വിൽ ഗ്രോ ആൻഡ് ഗ്രോ. അറ്റൻഡിങ് ടു സ്മോളർ ഇഷ്യൂസ്. ബി എ വിസിൽ ബ്ലോവർ. അവരുടെ ട്രാഫിക്കിൻ്റെ എന്തെങ്കിലും എക്സാമ്പിൾ കാണുകയാണെങ്കിൽ, മസാജ് പാർലർ എന്തെങ്കിലും അനാവശ്യമായിട്ട് കാണുകയാണെങ്കിൽ അവിടുത്തെ ന്യൂസ് എടുത്തിട്ട് ഇൻഫോം ദ പോലീസ് ഏജൻസീസ്. നാളെ പോലീസ് വരും, നിങ്ങൾക്ക് ഇൻഫർമേഷൻ എങ്ങനെ കിട്ടി, ആര് പറഞ്ഞു, എന്തിനു പറഞ്ഞു ചോദിക്കും. ദ മാസ്. അതുകൊണ്ട് ഈ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ്ബിൽ പോകണം. നമ്മുടെ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ആ ക്ലബിൻ്റെ പേര് പോവുക. അവർ ഒരാളല്ല, 5-8 പേരുള്ള ഒരുമിച്ച് ഒരു ക്ലബ് ആ സമയത്ത് പോലീസ് കനോട്ട് ഇന്റിമിഡേറ്റ് യു ഓൾസോ. പോലീസ് കനോട്ട് ക്വസ്റ്റ്യൻ യു ബിയോണ്ട് എ പോയിന്റ്. അവർക്ക് റെസ്പെക്ട് ഉണ്ട്. മാർട്ടിൻ ലൂതർ കിംഗ് പറഞ്ഞു, ultimate tragedy is not the oppression and cruelty by the bad people, but the silence over that by the good people. Yes, ഇഷ്ടംപോലെ ഐലൻഡ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ എക്സാമ്പിൾസ് ഉണ്ട്, റീപാർട്ടേഷൻ എക്സാമ്പിൾസ് ഉണ്ട്. I can give hundreds of examples of any good example. Prevention, protection, prosecution. പ്രിവെൻഷൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എറണാകുളം ലോ കോളേജിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് വിച്ച് കോളേജ് ഇത്? എയർപോർട്ട് അടുത്തൊരു കോളേജ്, നെടുമ്പാശ്ശേരി എയർപോർട്ട് അടുത്തൊരു കോളേജാണ്. അവിടെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടുത്തെ ഒരാൾ പോയിട്ട് ലൊക്കാൻഡോ സർവീസിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു, തൃശ്ശൂർ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നിങ്ങൾക്ക് ആൾ കിട്ടും. ബംഗാളി പെണ്ണുമാണ്, 15 വയസ്സ് പെണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. പോലീസ് അറിയിച്ചാൽ ആപത്താണെന്ന് പറഞ്ഞു. അയാളുടെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ എടുത്തു. അയാൾ കാശിൽ 100 കൊണ്ടോ വാങ്ങിച്ചു, ജീപ്പേ വഴി അക്കൗണ്ട് നമ്പർ കിട്ടി. പക്ഷേ ഇയാൾ ബോൾഡായിരുന്നു, ഈ കുട്ടി പയ്യൻ ആണ്, അയാൾ ബോൾഡായിരുന്നു. അയാൾ അവിടെ എറണാകുളം സ്റ്റേഷൻ എത്തിയ സമയത്ത് അവിടെ അടുത്തിരിക്കാൻ വണ്ടി ഇരിക്കാൻ പറഞ്ഞു. അവനിങ്ങനെ വാച്ച് ചെയ്യാണ്. വാച്ച് ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് ഓടിക്കും. ബോണ്ട് അങ്ങോട്ടാണെങ്കിലും വന്നിട്ട് കാശ് എത്രയുണ്ട്, പറഞ്ഞില്ല 20,000 രൂപ, 20,000 ഉണ്ട്, ഉണ്ടോ കാണിക്കാൻ മതി, കാണിച്ച് 20,000 രൂപ ഉണ്ട്. ശരി, പിടിച്ചത് അവർ കാശ് വാങ്ങിയില്ല, കാരണം ട്രാപ്പാണെന്ന് സംശയമുള്ളതുകൊണ്ട് അയാൾ വയ്ക്കാൻ അവിടെ കൊടുത്താന്ന് പറഞ്ഞു.
വണ്ടി ഓടിച്ച് പോകണം, അങ്ങോട്ടാണ് പോകേണ്ടത്. വണ്ടി ഇടത്തോട്ട് ഓടിക്കും, വലത്തോട്ട് ഓടിക്കും, എല്ലാം കറങ്ങി പോയ സമയത്ത് അവസാനം വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ പുറകിലെടുത്ത് മണന്നിട്ട് മോട്ടോർ സൈക്കിളിൽ നീ പോലീസ് ഇൻഫോം ചെയ്തു. ഇല്ല ചേട്ടാ, ഞാൻ ആരെയും പോലീസ് ആവശ്യമില്ല, എനിക്ക് പോലീസ് അറിയാതെ ബന്ധമൊന്നുമില്ല, ഇല്ല എടുത്ത് വളർന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വളർന്നതിലേക്ക് പോയി. അപ്പോൾ അവൻ്റെ പോലീസുകാരാണ്. അവൻ്റെ ബൈക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഷൂസ് ബ്രൗൺ ഷൂ ആണ്, സോക്സ് കാക്കി സോക്സ് ആണ്. ഞാൻ പോലീസുകാരാണ്. പെട്ടെന്ന് വണ്ടിയിൽ നിർത്തി ഇവനെ അടിച്ച് പുറത്താക്കി. എന്നിട്ട് ഇവൻ അപ്പോൾ പോലീസുകാരൻ്റെ നേരത്തെ പ്ലാൻ ചെയ്താണ്. പോലീസുകാരൻ വണ്ടിയിൽ ഇവൻ പോയിരുന്നു. മറ്റോ ഫോൺ ചെയ്ത് പറയാണ്, നിന്നെ ഞാൻ കണ്ടു, നീ ആ മോട്ടോർ സൈക്കിളിൽ ഇരുന്ന് പോകുന്നത്, അപ്പോൾ നീ പോലീസിന് ആളായിരുന്നു, നീ എന്നെ ട്രാപ്പ് ചെയ്യുമെന്നാണ്, നിൻ്റെ അഡ്രസ്സെല്ലാം എൻ്റെ കൊണ്ട് ഞാൻ നിന്നെ വിടത്തില്ല. ആക്ച്വലി പോലീസ് എവിടെ ട്രാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് അവനെ അറസ്റ്റ് ചെയ്തു. ആ ഗ്യാങ് മൊത്തം പൊട്ടിച്ചു. എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 ബംഗാളി കുട്ടികളെ അറസ്റ്റ് ചെയ്തു. അതുപോലെ ഒരു ആളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് വളരെ സ്മാർട്ടായ പരിപാടിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിന് വേണ്ടി ഞാൻ പറയുന്നില്ല. ചെറിയ കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പല ഇഷ്ടംപോലെ പണിയുണ്ട്. ഇത് നമ്മുടെ മനസ്സ് തുറന്നു നോക്കണം, മനുഷ്യൻ ഓപ്പൺ ചെയ്യാൻ മൈൻഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ കുട്ടികളിൽ കാണുന്നില്ല ഇവിടെ, ഇതാരെന്ന് പറയാം കണ്ടിട്ട്? വാട്ട് ഡു യു തിങ്ക്? ടൈലറിംഗ്. Then what? Anything beyond that? ഈ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ടൈലറിംഗ് ബിയോണ്ട് ദാറ്റ് വേർ വിക്ടിംസ് ഓഫ് ക്രൈമാണ്. ഇത് മനുഷ്യ കച്ചവടത്തിന് അടിമയായ ആളാണ്. അവർ ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട്, വിവരമില്ലാത്തതുകൊണ്ട് ഒരു പണിക്ക് ഇല്ലെന്ന് വയ്ക്കാൻ സാധിക്കും. പക്ഷേ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒഡീസയിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുപോയിട്ട് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോയിട്ട് സ്റ്റിച്ചിങ്ങിന് ട്രെയിലറിങ്ങിൻ്റെ പണി കൊടുത്തിട്ട് ഇന്ന് ഇൻഡസ്ട്രിയൽ സ്റ്റിച്ചിങ്ങിൽ അവർ പണിയെടുക്കുകയാണ്. 25,000 രൂപ ശമ്പളമുണ്ട് മാസം. ലൈഫ് വിത്ത് ഫ്രീഡം, ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ലൈഫ് വിത്ത് റൈറ്റ്സ്. ഇന്ന് അവരാരും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒഡീസയിൽ കലിംഗ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കൊടുത്തിട്ടാണ്. അവരെല്ലാം നേരത്തെ കുറേ പേര് നക്സലൈറ്റ് ആയിരുന്നു, കുറേ പേര് വിക്ടിംസ് സെക്ച്വൽ എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു. ഈ കാണുന്നത് അതേപോലെ വേറെ സ്ഥലത്തുള്ളതാണ്, ആസാമിൽ നിന്നാണ്. ഈ കുട്ടികൾ ഇന്ന് ഇതെല്ലാം പെമ്പിള്ളേരാണ്. അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡാണ്. അവിടെ നിന്ന് ഇവിടെ അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ സെക്യൂരിറ്റി ഗാർഡാണ് കൊണ്ടുവന്നിട്ടുണ്ട്. യു ക്യാൻ സീ മീ ഔട്ട് ദേ. ഇത് റാഞ്ചി കളക്ടറാണ് ഇരിക്കുന്നത്. റാഞ്ചി കളക്ടർ ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മിനിസ്റ്ററാണ്, ഇവിടുത്തെ DGP ആണ്. അവിടെയുള്ള റാഞ്ചിയിലുള്ള നക്സലൈറ്റ് ആളുള്ള പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തു. നക്സലൈറ്റ് ആണ് ഈ കുട്ടികളെ. നക്സലൈറ്റ് പറഞ്ഞിട്ട് പോലീസ് അയച്ചാൽ ഈസിയാണ്. പക്ഷേ പോലീസ് 6 മാസം 6 വർഷം ജയിലിൽ കിടക്കും, തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് ജയിലിൽ കൊണ്ടിരുന്നതിന് പകരം ഇവർക്ക് പണി കൊടുത്താൽ എന്തായി, നല്ല പണി കൊടുപ്പിച്ച് സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇന്ന് റാഞ്ചിയിലെ കസ്തൂർബ കന്യാ വിദ്യാലയം എന്ന് പറയുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ സെക്യൂരിറ്റി ഗാർഡാണ്. ഞാൻ ആ കുട്ടി കൈപിടിച്ച് പറയാൻ, മോളെ നിൻ്റെ കൈ എൻ്റെ കൈകൾ സ്ട്രോങ് എന്ന് പറയാം. തെളിഞ്ഞ യുവർ ഹാൻഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ മൈ ഹാൻഡ്. റൈറ്റ്ലി സോ. ആ കുട്ടി നക്സലൈറ്റ് ആയ കുട്ടിയാണ്. ഡെയിലി നക്സലൈറ്റിൻ്റെ കൂടെ വെപ്പൺസും എക്യുപ്മെൻസും കൊണ്ട് കാട്ടിൽ കൂടെ നടക്കും, ചെരുപ്പൊന്നുമില്ലാതെ. 14 വർഷം നക്സലൈറ്റ് ആയ കുട്ടിയാണ്. ആ സമയത്ത് പല ആളുകളും സെക്ഷലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആ ഭീകരമായ സിറ്റുവേഷനിൽ നിന്ന് വെളിക്കൊണ്ടുവന്നിട്ട് ഇന്ന് അവരെ സെക്യൂരിറ്റി ആളാക്കി. യുവർ ഹാൻഡ് ഈസ് നോട്ട് ദാൻ മൈ ഹാൻഡ്. അൺട്രെയിൻഡ്, ഇല്ലിറ്ററേറ്റ്, ബട്ട് ഷീ ഈസ് വെരി കേപ്പബിൾ. ലൈഫ് ഓഫ് ഡിഗ്നിറ്റി, ലൈഫ് ഓഫ് ഫ്രീഡം, ലൈഫ് ഓഫ് റൈറ്റ്സ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചത് നമുക്ക് ചെയ്യണമെങ്കിൽ പലതും ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ സ്കൈസ് ലിമിറ്റ്. വലിയ കാര്യം ചെയ്യണമെങ്കിൽ ചെറിയ കാര്യം ചെയ്താൽ മതി. ദാറ്റ്സ് വാട്ട് ഐ എം റിക്വസ്റ്റിംഗ് യു. പോലീസ് ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് ഉണ്ട്, AHU എന്ന് പറയും. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 9 AHU 2007 ഞാൻ സെറ്റപ്പ് ചെയ്തു. മഹാരാഷ്ട്രയിൽ, ഗോവയിൽ, വെസ്റ്റ് ബംഗാളിൽ, ആന്ധ്രാപ്രദേശിൽ സെറ്റപ്പ് ചെയ്തു. അത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 729 ഡിസ്ട്രിക്റ്റിലും ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പോലീസ് യൂണിറ്റാണ്. ട്രിവാൻഡ്രത്തുകൊണ്ട് അവരെ കണക്ട് ചെയ്യുക, എന്തെങ്കിലും ഇൻഫർമേഷൻ വരാണെങ്കിൽ പാസ് ഓൺ ചെയ്യുക. അതിൻ്റെ ഒരു AHUവിൻ്റെ ഒരു പ്രോട്ടോക്കോളെങ്കിലുണ്ട്. I can send you also if you want to read. കപ്പാസിറ്റി ബിൽഡിംഗ് പോലീസ് ട്രെയിനിങ് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ പണിയുണ്ട്. ഇതാണ് മെയിൻ പരിപാടി. ഇതാണ് നമുക്ക് അതുകൊണ്ട് ഈ മനുഷ്യ കച്ചവടം നിർത്താൻ വേണ്ടി നമുക്ക് എല്ലാവരും വലിയ സംഘടിച്ച് പ്രവർത്തിക്കണം. നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളെ വിദ്യാഭ്യാസം പഠിത്തമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പല ആക്ടിവിറ്റീസ് കൊണ്ട് എനിക്കറിയാം, അതെല്ലാം നടത്തിക്കൊള്ളും. ഒരു മാസത്തിൽ 4 മണിക്കോ 5 മണിക്കോ ആവശ്യം. ഒരു മാസത്തിൽ 4 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ കൊടുത്താൽ മതി മനുഷ്യ കച്ചവടം നിർത്താൻ വേണ്ടിയിട്ട്. അത് ഒബ്സർവേഷൻ എടുക്കുക, ഇൻഫർമേഷൻ എടുക്കുക, പാസ് ഓൺ ചെയ്യേണ്ടത് എടുക്കുക. അങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നമ്മുടെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ്ബ് ഇന്ന് സെറ്റപ്പ് ചെയ്യണതല്ലേ? ഹൂ ഇസ് എ ലീഡർ? ദാറ്റ് മാഡം ക്യാൻ ഡിസൈഡ് ഹൂ ഇസ് വൺ ഓഫ് ദി
Padmapriya, very nice name. Padmapriya is the coordinator, anti-human trafficking club of MG College. മറ്റുള്ള എല്ലാവരും അഡീഷണൽ കോർഡിനേറ്റേഴ്സ്. ഇവിടെ ആരും സീനിയർ സെക്രട്ടറി പ്രസിഡന്റ് മറ്റുള്ള ക്ലബ്ബിൽ കൂടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ യോട്ടിംഗ് ക്ലബ് ഉണ്ട്, ഡിബേറ്റിംഗ് ക്ലബ് ഉണ്ട്, പേഴ്സണാലിറ്റി ക്ലബ് ഉണ്ടല്ലോ അല്ലേ? ആ ക്ലബിലേക്ക് എന്താ ചെയ്യുന്നത്? യോട്ടിംഗ് ക്ലബ്, ഡിബേറ്റിംഗ് ക്ലബ്, ഡ്രമാറ്റിക്സ് ക്ലബ് എന്താ ക്ലബിൽ ചെയ്യുന്നത്? വി ഡെവലപ്പ് അവർ പേഴ്സണാലിറ്റി അല്ലേ? വി ഡെവലപ്പ് അവർ പേഴ്സണാലിറ്റി. ഈ ക്ലബിൽ മാത്രം വി ഡു ഇറ്റ് ഫാദേഴ്സ്. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി അല്പസമയം കൊടുക്കുകയാണ്. നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പെണ്ണും എക്സ്പ്ലോയിറ്റേഷൻ വിധേയമാകാൻ പാടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കുട്ടിയും എക്സ്പ്ലോയിറ്റേഷൻ വിധേയമാകാൻ പാടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മനുഷ്യരും കച്ചവടത്തിന് വിധേയമാകാൻ പാടില്ല. അതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ അതിലേക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യം ചെയ്യാമെങ്കിൽ വെരി ഹാപ്പി പത്മപ്രിയാസേക്കുന്ന ഇനിഷ്യേറ്റീവ് മാസ് മൂവ്മെന്റ് ആക്കാം. ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്ലബിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. Students, coordinators, we have already got a smart coordinator also here with the debating club head and professor. NGOs ആവശ്യമുണ്ടാവും. NGO ആരും ഉണ്ടോ അവിടെ? ഒന്നുമില്ല അല്ലേ? NGO അതിൽ കിട്ടിയോ? NGO നോ പ്രോബ്ലം. NGO ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പോലീസിന് ആവശ്യമുള്ളപ്പോൾ ഞാൻ ലിങ്ക് ചെയ്യാൻ, ആവശ്യമില്ലാത്തപ്പോൾ ആവശ്യമില്ല. എനിബഡി ക്യാൻ ജോയിൻ. കർണാടകത്തിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 100 കോളേജിൽ ഷീജ മലയാളികൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കോഴ്സാണ് അവർ. പ്രൊഫസർ സോഷ്യോളജി, ക്രിമിനോളജി, പ്രൊഫസർ ക്രിമിനോളജി ഷീജായി മാഡം, പ്രൊഫസർ ഷീജ അവർ സെറ്റപ്പ് ചെയ്തു. 100 കോളേജിൽ കർണാടകത്തിൽ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്ലബ് അവർ സെറ്റപ്പ് ചെയ്തു. അത് ഓൾ ഡൂയിങ് വെരി വെൽ. കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ ICW ഒരു NGO ഉണ്ട്, അവർ 100 കോളേജ് സെറ്റപ്പ് ചെയ്തു. പിന്നെ IGM ഒരു NGO ഉണ്ട്, 50 കോളേജ് സെറ്റപ്പ് ചെയ്തു. കേരളത്തിൽ 32 കോളേജിൽ നേരത്തെ ആയിരുന്നു, നമ്പർ മാറി, മേ ബി 45 ആവും. കേരളത്തിലെ ഹൈക്കോടതിയിലെ ട്രെയിനിങ് പോയ സമയത്ത് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, മിസ് നായർ നിങ്ങളെ എല്ലാവരെയും യു ആർ ഗോയിങ് ഹിയർ ആൻഡ് ദേർ ബട്ട് ഇൻവോൾവ് മീ ഓൾസോ ജസ്റ്റ് യു കം ആൻഡ് ലോഞ്ച് ഇറ്റ്. അങ്ങനെ സ്റ്റേറ്റ് വൈഡ് ലോഞ്ച് കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അങ്ങനെ ലോഞ്ച് ചെയ്തു. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഉണ്ട്. കേരള ഗവൺമെൻറ് DO ഇറക്കിയിട്ടുണ്ട്, GO കേരള ഗവൺമെൻറ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേബി സ്റ്റെപ്സ് ആണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അവയർനെസ് ഓഫ് ദ റൈറ്റ്സ്, ഹെൽപ്പിംഗ് മൈഗ്രൻ്റ് ലേബർ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. Whatever you think appropriate. I don't want to close your mind. Your mind is fresh. Your mind should fly. Your mind can work better. So you think whatever you can do, take it forward. Small activities can make a huge impact. One example about it. Madras School of Social Work. Madras School of Social Work. ചെന്നൈയിലാണ്. സ്മാർട്ട് ഗേൾസ് are there. അവിടെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ് ഉണ്ട്. എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ 11 പിള്ളേരെ റെസ്ക്യൂ ചെയ്തു. ആമ്പിളരാണ്. 9 പേരും ആസാമീസ് ലാംഗ്വേജിൽ, അഹമിയ ലാംഗ്വേജിൽ, ആസാമീസ് ലാംഗ്വേജ് സംസാരിക്കായിരുന്നു. ഏറെക്കുറെ ഹിന്ദിയുമായിട്ടൊക്കെ ഉള്ളതുകൊണ്ട്, താരതമ്യമുള്ളതുകൊണ്ട് അവിടുത്തെ ഹിന്ദി അറിയാവുന്ന ആളുകൾക്ക് സംസാരിക്കാൻ പറ്റി. മറ്റു 2 പിള്ളേരെ പറയുന്ന ഒരു പിടിക്കിട്ടില്ല. അപ്പോൾ അവർ ആ കുട്ടികളെ കൊണ്ട് സംസാരിപ്പിച്ച് റെക്കോർഡ് ചെയ്തു. അടുത്ത തമ്മിൽ പറയാം, റെക്കോർഡ് ചെയ്തിട്ട് ഈ മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബിലോട്ടായിരുന്നു വാട്സപ്പ് ചെയ്തു. പ്ലീസ് ചെക്ക് വാട്ട് ദേ ആർ സ്പീക്കിംഗ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ കോളേജിലെ പല കുട്ടികൾ കഴിച്ചു, ക്ലബിൽ ഇല്ലാത്തവർ കഴിച്ചു. ഒരു കുട്ടി പറഞ്ഞു ഈ സംസാരിക്കുന്നത് മിസോ ലാംഗ്വേജാണ്. മിസോയുടെ കുട്ടിയാണ് പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞു ഇത് മിസോ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. മിസോ ലാംഗ്വേജ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലേ? നെറ്റിപ്പോയി കേൾക്കണം. മിസോ ലാംഗ്വേജിന്റെ ABCD കൂടിയിട്ടില്ല. ആസാമീസ് ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും, കാരണം ഹിന്ദി ബേസാണ്, സംസ്കൃതം ബേസാണ്. സംസ്കൃതം ബേസ് ആയതുകൊണ്ട് കന്നഡ, തെലുഗു, മലയാളം, ഹിന്ദി, പഞ്ചാബി, ആസാമീസ്, ഒഡിയ, ബംഗാളി വരെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിനും സംസ്കൃതം ബേസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ മിസോ ലാംഗ്വേജിന്റെ ബേസ് തായ് ബേസാണ്. തായ്ലൻഡിലെ അതുപോലെ താരതമ്യമാണ്. മയന്മാരി ഭാഷയുടെ ബേസാണ്. ഒരു പിടി കിട്ടുന്നു, ഒരു ഭാഗം പിടി കിട്ടുന്നു. ഈ കുട്ടികളെ മനസ്സിലാക്കി അവസാനം എന്ത് ചെയ്തു? ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ്ബ് ഈ കുട്ടികളെ അങ്ങോട്ട് കണക്ട് ചെയ്തു, ഫോണിൽ കൂടെ കണക്ട് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ പിള്ളേരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ചു. മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കി. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുത്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ത് കൊടുത്തു? ഈ പിള്ളേരെ 2 ആൺപിള്ളേരാണ്, അനിയനും ചേട്ടനുമാണ്. അവരുടെ വീട്ടിൽ അമ്മയുണ്ട്. അച്ഛൻ 2ാമത്തെ കല്യാണം കഴിച്ചു. അമ്മയെ കാല് പടക്കി അടിച്ചു. അമ്മ പുറത്തറിഞ്ഞു. ഈ പിള്ളേരെടുത്ത് പറയിക്കാൻ പറഞ്ഞു. പിള്ളേരെ എടുത്തും വന്ന് കൊണ്ടുപോയി ഗൗഹാട്ടിയിൽ പണി കൊടുക്കാൻ കൊണ്ടുപോയി. അച്ഛന് കാശ് കൊടുത്തു. ട്രാഫിക്കിംഗ് ആണ്. ഗൗഹാട്ടിൽ ഒരു ട്രെയിൻ കയറ്റി കൽക്കട്ടയിൽ കൊണ്ടുവിട്ടു. വേറെ ട്രെയിനിൽ കയറ്റി മദ്രാസിൽ പറഞ്ഞിട്ട് മദ്രാസ് സ്റ്റേഷനിൽ വന്നു. ഒരു അട്ടുപൊട്ടും ഇല്ലാത്ത പിള്ളേരാണ്. ഒരു നിവൃത്തിയില്ല. ആഹാരം കഴിച്ചിട്ടുള്ള 2 ദിവസമായിട്ട് വെള്ളമാതം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളുടെ സിറ്റുവേഷനാണ്. ഈ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്ലബിൽ മിസോറാമിലെ പെൺകുട്ടി ഉള്ളതുകൊണ്ട് അത് ഡീറ്റെയിൽസ് കിട്ടിയതുകൊണ്ട് ആ കുട്ടികൾ ആഹാരം കൊടുത്തിട്ട് അവിടെ നമ്മൾ നേരെ പറഞ്ഞിട്ട് മിസോറാമിൽ ആ കുട്ടി പറയുന്നത് നമുക്ക് വേറെ അടുത്തും കൊണ്ട് അമ്മയെ കണ്ടാൽ മതി. 2 കുട്ടികളെ അമ്മയെടുത്ത് പറഞ്ഞിടാൻ സാധിച്ചു. 2 കുട്ടികളെ അമ്മയുമായിട്ട് റീയൂണിറ്റ് സാധിച്ചു. വലിയ കാര്യമാണ് മിസോറാം ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് വലിയത്. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മതി. വി ക്യാൻ ഡു എ ലോട്ട്. നമ്മുടെ 511ാമത്തെ ക്ലബ്ബാണ് MG കോളേജ്.
സമയം കിട്ടിയാൽ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിൽ ഒരു പരിപാടി പറഞ്ഞുതരാം. പഞ്ചായത്ത് അഗേൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോവാം. പഞ്ചായത്തിന് അഗേൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെറ്റപ്പ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും പഞ്ചായത്തിൽ പിന്നെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് മെമ്പറുമായിട്ട് പ്രസിഡന്റിനോട് സംസാരിച്ചിരുന്നിട്ട് നമ്മുടെ വീടോടെ നമുക്ക് അത് തന്നെ എവിടെ അത് ഡിസ്ട്രിക്ട് കൊള്ളാം ആണോ? ആ ശരി. അപ്പം അവിടെ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ പോയി കാണാം. ചേട്ടാ ഇവിടെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് പഞ്ചായത്ത് അഗേൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെറ്റപ്പ് ചെയ്യണം. അവിടെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയും. പക്ഷേ ക്രമേണ പറഞ്ഞു പോകുന്ന സമയത്ത് ചേട്ടാ ഗ്രാമത്തിൽ എത്ര പിള്ളേർ ഇവിടെ ഏതെങ്കിലും ഗ്രാമത്തിൽ പിള്ളേർ മിസ്സിംഗ് ആയിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. അത് അൺട്രേസ് ആണ്, അതും ഉണ്ട്. എന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. സംസാരിക്കും, മനസ്സിലാക്കും. ഈ പിള്ളേർ പോയത് അപ്പുറം താനെ പോയതൊന്നുമല്ല. ഒരുത്തം വന്ന് പിടിച്ചുകൊണ്ട് പോയി പണിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ കുട്ടികളെ പ്രകടനം കൊണ്ടോ പ്രചോദനം കൊണ്ടോ ഭയം കൊണ്ടോ ഭീതി കൊണ്ടോ പോയതായിരിക്കും. അതൊരു കാര്യം. പിന്നെ അതുപോലെ പല സ്ത്രീകൾക്ക് പണി കിട്ടുന്നുണ്ട് വെളിയിൽ. പണി കിട്ടുന്ന നല്ലത് തന്നെ. ബോംബെയിൽ പണിയാണ്, ലണ്ടനിൽ പണിയാണ്, നല്ലത് തന്നെയാണ്. വെളിയിലല്ല, ഇന്ത്യക്കകത്ത് തന്നെ ബോംബെയിലും പൂനെയിലും പണിയാണ്, നല്ലത് തന്നെയാണ്. ചേട്ടാ ഒരു കാര്യം ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ആ കുട്ടി സേഫ് ആണോ, സുരക്ഷിതമാണോ, അതിൻ്റെ അധികാരങ്ങളും റൈറ്റ്സും ഫ്രീഡവും കൊണ്ടോ നമുക്ക് വെളിപ്പിക്കാം. വേണോട്ട് അഡ്രസ് എടുക്കുക ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ് അയക്കുക. അവിടുത്തെ ബോംബെയിലെ കോളേജിൽ ഗിവ് ടു മീ വീൽ ഗെറ്റ് വെരിഫിക്കേഷൻ ഡൺ. റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടി എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നുള്ളത്. ആ കുട്ടിയുടെ സംസാരിക്കാൻ അവകാശം കിട്ടുന്നില്ല എന്നുള്ളത്. ഇതുപോലെ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഞ്ചായത്ത് അഗേൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അത് ചെയ്യാൻ പറ്റും. അവിടെ പഞ്ചായത്ത് എല്ലാവരും ഒരുമിച്ച് വരും. അതിൻ്റെ വലിയ കാര്യമാണ് പഞ്ചായത്ത് പ്രോഗ്രാമിംഗ് ചെയ്യാൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അരുണിമ മോഡൽ. ഈ അരുണിമ മോഡൽ പറയുന്നത് ഈ അരുണിമ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള കുട്ടിയാണ്. MSW പഠിക്കാൻ കാര്യമുണ്ട്. ആ കുട്ടി MSW ആണ്. ഞാൻ ആ കുട്ടിയെ സെലക്ട് ചെയ്യും. കാരണം ഇത്രയും സാമർഥ്യമായ പണി ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടി എന്ത് ചെയ്തു? MSW പഠിക്കുന്ന സമയത്ത് അവിടെ കോളേജിൽ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് ക്ലബ് സെറ്റപ്പ് ചെയ്തു. വിതുര പഞ്ചായത്ത് കുട്ടിയെ വീട് വിതുര പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്തിൽ വിളിച്ചിട്ട് പഞ്ചായത്ത് അഗേൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക് ഉണ്ടാക്കി. എന്ത് സാറ് ചെന്നൈയിൽ തന്നെയാണ്, പക്ഷെ വന്നേ പറ്റൂ, അടുത്ത ആഴ്ച കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കാശിലാക്കി വിതുരയിൽ പോയി. പഞ്ചായത്ത് മെമ്പേഴ്സെല്ലാം വിളിച്ചിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ്, CPM മെമ്പർ, CPI, ജനതാദൾ, BJP, കോൺഗ്രസ്, അത് ഇതങ്ങനെ പല പാർട്ടിയാണ്. ഞങ്ങൾ ചേട്ടാ നിങ്ങൾ അനിയന്മാരാണ്. ഒരു കാര്യം പറയാം, ചൈൽഡ് റൈറ്റ്സ് നിങ്ങൾ ഒരുമിച്ചാണോ വിഭജനമുണ്ടോ? ഇല്ല, ഒരുമിച്ചാണ്. കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി എല്ലാം ഒരുമിച്ചാണ്. നമുക്ക് കുട്ടികൾ ഒരുമിച്ച് ചെയ്യാമെങ്കിൽ, ഒരുമിച്ച് നിൽക്കാമെങ്കിൽ കുട്ടികളുടെ അവകാശം ഇല്ലാതാക്കും, നശിപ്പിക്കാൻ, അവകാശ ഉല്ലംഘനം നശിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വിതുര പഞ്ചായത്ത് ചൈൽഡ് റൈറ്റ്സ് ഓറിയന്റഡ് ആകണം, ചൈൽഡ് റൈറ്റ്സ് ഫ്രീ ആകണം, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫ്രീ ആകണം. റെഡിയാണ്. അരുണിമ ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ട് ഇന്ന് വിതുര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ മെമ്പേഴ്സും കൂടെ പല കാര്യം ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. തമിഴ്നാട് കേരള ബോർഡർ ഒരു ഗ്രാമത്തിൽ പോയി. 2 പഞ്ചായത്ത് മെമ്പേഴ്സും ഒരു സ്ത്രീയും ഈ അരുണിമയും കൂടെ പോയി. ഗ്രാമത്തിലെ 34 പിള്ളേരുണ്ട്. അവിടെ ഡെവലപ്മെന്റൽ പാരാമീറ്റേഴ്സിൽ പിന്നെ ടിക്ക് ചെയ്യാം. ഇലക്ട്രിസിറ്റി ടിക്ക് മാർക്ക്, റോഡ് ടിക്ക് മാർക്ക്, വെള്ളം വാട്ടർ സപ്ലൈ ടിക്ക് മാർക്ക്, ഇന്റർനെറ്റ് ടിക്ക് മാർക്ക്. വേറെ എന്താണ് ഡെവലപ്മെന്റിൽ? വാട്ട് എവർ യു വാണ്ട്, ടിക്ക്. നല്ല തന്നെയാണ്. ഈ 34 പിള്ളേരുണ്ട്. ഏതും ചെയ്തു പിള്ളേരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം മനസ്സിലാക്കി 34 കുട്ടികളിൽ 23 കുട്ടികളെ അവരുടെ അച്ഛനോ അപ്പനോ ചേട്ടനോ അനിയനോ സെക്സ് ചെയ്തിട്ടുള്ളത്. 23 out of the 43 children have been sexually violated by grandfather or the father or uncle or elder person or a younger person. ആണുകൊണ്ട് പെണ്ണുണ്ട്. നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ്, റോഡ്, അത് ഇതൊക്കെ ടിക്ക് മാർക്ക് വേണം, നല്ല തന്നെയാണ്. പക്ഷെ ഈ പാരാമീറ്റർ ആര് നോക്കി? ഇതിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സെല്യൂട്ട് ചെയ്യും. സാറേ ഇത് വലിയ കാര്യം ചെയ്തത്. അവരെന്ത് ചെയ്തു? ആ കുട്ടികളെ വിളിച്ചു മാറ്റി, കുട്ടികളെ എടുത്തി. മോളെ, നിന്റെ അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, അപ്പനായാലും ശരി, കായ് വാക്കാൻ പാടില്ല. കായ് ഇവിടെ വരണമെങ്കിൽ യു മേക്ക് എ നോയ്സ്. എന്നിട്ട് അച്ഛൻ പെൺകുട്ടികൾ നിന്റെ അച്ഛനാണ് കൈ ഇങ്ങോട്ട് വയ്ക്കുന്നത്, മേക്ക് നോയ്സ്. വേറുണ്ടാക്കുക, ചില കുട്ടികളെ വേറുണ്ടാക്കും, വിസിൽ ബ്ലോ ആക്കിയവൻ. അച്ഛനായാലും അമ്മയായാലും ശരി, അവിടെ ഒരു ലിമിറ്റ് ചെയ്യാൻ പറ്റും, അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുട്ടികൾക്ക് പ്രചോദനം കൊടുത്തു. അടുത്ത അമ്മമാരെ വിളിച്ചു. അമ്മമാർ പറയുന്നത് ഇവിടെ കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്, കള്ളു കുടിച്ചിട്ടാണ് ഹസ്ബൻഡുമാരെ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാം എന്തൊക്കെ ഉണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കള്ളു കുടിച്ചില്ല. അവന് കള്ളു കുടിച്ചാൽ കള്ളാകത്തല്ലേ? ഈ കള്ളു കുടിച്ചാൽ വന്ന് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നില്ലല്ലോ, ഇല്ല, എൻ്റെ കുട്ടിയെ റേപ്പ് ചെയ്യുന്നത്. അതിന് ചെയ്യാൻ പറ്റും. അപ്പം അവനറിയാം അപ്പുറത്തെ വീട്ടിൽ കയറി അടി ഉണ്ടാവുമെന്ന് അറിയാം. അപ്പം അടി കൊള്ളാൻ പേടിയുള്ളത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറത്തില്ല, സ്വന്തം വീട്ടിൽ സ്വന്തം മോളെ റേപ്പ് ചെയ്യണം. അപ്പം ഹൗ കെൻ യു അലൗ ദാറ്റ്? ദിസ് ഈസ് ക്രൈം. അമ്മമാർക്ക് ശക്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുരുഷന്മാരെ വിളിച്ചു, ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇരിക്കുന്ന 23 പേരിൽ ഇന്ന് ജയിലിലേക്ക് 23 പേരെ ഇന്ന് ജയിലിൽ പോകണം. ആരൊക്കെ കൈ പോകാൻ പറഞ്ഞു.
അത് കൈവക്കും. നിങ്ങൾ ജയിലിൽ അയക്കാൻ വേണ്ടിയില്ല വന്നത്. നിങ്ങൾ പറയാൻ വന്നതാണ് ഇനി മേലാൽ ഒരു കുട്ടിയെയും ആരെങ്കിലും ഇതേപോലെ അശ്ലീലമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അന്ന് നിന്റെ കൈ നമ്മൾ അടിച്ചു. വി ആർ ഡിസൈഡ് ടു ദാറ്റ്. അപ്പോൾ ഈ പബ്ലിക് ഒരു കഥയും കൊടുത്തു. ബ്രേക്കിംഗ് സൈലൻസ് അത് വലിയ കാര്യമായി. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് അരുണിമയും പഞ്ചായത്തിലൂടെ പോയ സമയത്ത് ആ കുട്ടികൾ ഓടിയിടക്കി കളിച്ചിടക്കാണ്, വിദ്യാഭ്യാസമുണ്ട്, പഠിത്തമുണ്ട്, കാണുമ്പോൾ തന്നെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലെന്നുള്ളത്. എക്സ്പ്ലോയിറ്റ് ചൈൽഡ് കണ്ടാൽ അറിയാം, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത ചൈൽഡിനെ കണ്ടാൽ അറിയാം അല്ലേ? കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ആണെങ്കിൽ ആ വ്യക്തികളെ കണ്ടാൽ അറിയാം എന്ത് പ്രശ്നമുണ്ടെന്നുള്ളത്. എക്സ്പ്ലോയിറ്റ് ഇല്ലാത്ത കുട്ടിയെ കണ്ടാൽ അറിയാം കളിച്ച് കിടക്കാണ്. ആ കുട്ടി കളിച്ച് കിടക്കാൻ സമയത്ത് കളിച്ച് കിടക്കാൻ അനുവദിച്ചു. അതാണ് അരുണിമ മോഡൽ. I treat this girl as one of the best opponents. I salute Arunima every day. Good job, Arunima. And next year, അടുത്ത 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയും പത്മപ്രിയ മോഡൽ എന്ന് പറയും. Means all of you do the MT College model. So ladies and gentlemen, SOP. എനിക്ക് SOP ഉണ്ട്. അത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയാണ്, ഒരെണ്ണം കർണാടകത്തിൽ ഉണ്ടാക്കി, ഒരെണ്ണം ബീഹാറിൽ ഉണ്ടാക്കി. ഞാൻ തമിഴ്നാട്ടിലുള്ള അയച്ചു തരാം. അതിനെ വായിച്ചിട്ട് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യാം, അല്ലെങ്കിൽ മലയാളത്തിലുള്ളതുണ്ട്. പിന്നെ അതിനെ മലയാളത്തിൽ ആക്കിയിട്ട് ചെറിയ കാര്യങ്ങൾ അവിടെ മാറ്റി എന്തൊക്കെ തിരുത്തണം വെച്ചാൽ ഒരു 3-4 പേര് ചേർന്നിട്ട് മാറ്റി ഉണ്ടാക്കുക. അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അവസരം ഉണ്ടാക്കി തരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിന് എൻ്റെ ഇതിലോട്ട് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ സെൻഡ് ചെയ്ത് നോക്കി SOP ഉള്ള SOP അയച്ചു തരാം. മനുഷ്യ വിൽപ്പന വസ്തുക്കളല്ല. No woman is for sale. No child is for sale. Nobody is for sale. നമുക്ക് ഒരു വൺ സ്റ്റെപ്പ് ഫോർവേഡ് അപ്രോച്ച് വേണം. വൺ സ്റ്റെപ്പ് ഫോർവേഡ് അപ്രോച്ച് ഉണ്ടോ? ഇല്ലേ നോട്ട് കൊണ്ടില്ലല്ലേ? ഇല്ല, പേപ്പർ കൊണ്ട് ചെറിയ പേപ്പർ നമ്മുടെ വൺ സ്റ്റെപ്പ് ഫോർവേഡ് അപ്രോച്ച് വേണ്ടിയാണ്. വൺ സ്റ്റെപ്പ് ഫോർവേഡ് അപ്രോച്ച് വേണ്ടി ഒരു ചെറിയ നമ്മൾ എത്താൻ വേണ്ടി എല്ലാവരും വേണം. ഇതേപോലെ ഒരു പേപ്പറിനെ എട്ട് പീസാണ്. ഇത് നമ്മുടെ മനസ്സിനെ അൺലോക്ക് ചെയ്യാം. വൺ സ്റ്റെപ്പ് ഫോർവേഡ് അപ്രോച്ച്. എല്ലാം കിട്ടി ഒരു പേപ്പർ. അതിനല്ലേ മനസ്സിൽ നമ്മൾ സാധാരണ മനസ്സിൽ ലോക്ക് ചെയ്ത് വയ്ക്കും. ഇതിനെ അൺലോക്ക് ചെയ്യണം. വൺ സ്റ്റെപ്പ് ഫോർവേഡ് അപ്രോച്ച്. അതുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതില്ലേ ഓക്കെ നൗ ഡു ആസ് ഐ സേ. ഞാൻ പറയുന്നത് ചെയ്യാമല്ലേ? ആയാലോ? റെഡിയാലോ? ഓക്കെ. ആദ്യം ചെയ്യേണ്ടത് ഈ പേപ്പറിൽ നിങ്ങളുടെ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കട്ട് ഇവിടെയും ഒരു ചെറിയ കട്ട് ഇവിടെയും 2 കട്ടുണ്ടാകും. 2 കട്ട് ഞാൻ പറയുന്നത് ചെയ്യാം. പ്ലീസ് ഡു ആസ് ഐ സേ. മേക്ക് എ സ്മോൾ കട്ട് ഹിയർ, സ്മോൾ കട്ട് ഹിയർ. ചെറിയൊരു കട്ട് പേപ്പറിൽ ചെയ്തല്ലേ?